നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. നന്ദഗോവിന്ദം ഭജൻസ്, ഭക്തിയും സംഗീതവും ചേർന്ന വേദി. അവിടെ ഒരു ക്രൈസ്തവ ഗാനം മുഴങ്ങിയപ്പോൾ മതസൗഹാർദ്ദത്തിന്റെ മനോഹര നിമിഷത്തെ വിവാദമാക്കുന്നത് എന്തിന്? ആചാരം ലംഘിച്ചിട്ടില്ലെങ്കിൽ ഒരേ വേദിയിൽ ഭക്തിഗാനം പങ്കിട്ടാൽ അതിൽ തെറ്റെന്താണ്? സംഗീതത്തിന് മതമില്ല, ഭക്തിക്ക് അതിരുകളില്ല. ആചാരങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്രമേൽ പ്രധാനമാണ്. പക്ഷേ മതങ്ങൾ തമ്മിലുള്ള ബഹുമാനവും അതുപോലെ തന്നെ ആവശ്യമുള്ളതാണ്. കോട്ടയം നട്ടാശ്ശേരി വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നന്ദഗോവിന്ദം ഭജൻസ് ടീം ക്രൈസ്തവ ഗാനവും ആലപിച്ചതിനെതിരെ വിമർശനം ഉയരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു നന്ദഗോവിന്ദത്തെ നന്ദകുന്തിരിക്കമാക്കുന്നതിന് പിന്നിലെ അജണ്ടയെന്ന്. നന്ദഗോവിന്ദം ഭജൻസ് ടീമിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനമുയരുന്നു. പക്ഷേ മറ്റൊരു വിഭാഗം നന്ദഗോവിന്ദത്തെ അനുകൂലിച്ചുകൊണ്ടും രംഗത്തെത്തുകയുണ്ടായിട്ടുണ്ട്. അവർ ഒരു വിശദീകരണവും നൽകിക്കഴിഞ്ഞു. ഒരു ക്രൈസ്തവ ഗാനം പാടിയതിൽ തെറ്റില്ല എന്നുള്ള വിശദീകരണമാണ് നന്ദഗോവിന്ദം ഭജൻസ് ടീം നൽകിയത്. പക്ഷേ എന്നിട്ടും അവരെ ആക്രമിക്കുന്ന രീതി തുടരുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ. സംഘപരിവാർ സംഘടനകൾ നന്ദഗോവിന്ദം ഭജൻസ് ടീമിനെതിരെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോഴുണ്ട്. നന്ദഗോവിന്ദത്തെ നന്ദകുന്തിരിക്കമാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ശ്രീ വിനു കിരിയൻ, ശ്രീ അനിൽ വിളയിൽ, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ രാഹുൽ ഈശ്വർ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. എന്താണ് ശ്രീ അനിൽ വിളയിൽ ഇത്രയും അസഹിഷ്ണുത? അസഹിഷ്ണുത കാണിക്കുന്ന ഒന്ന്, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം എന്ന് പറഞ്ഞൊരു വൺ വേ ട്രാഫിക് ആണ് എന്ന് മാത്രമാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. ഞങ്ങൾ നന്ദഗോവിന്ദ ഭജൻസിനെ വിമർശിച്ചതല്ല. അതിനകത്തൊരു അനൗചിത്യം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. ഔചിത്യവും അനൗചിത്യവും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം ഈ നാട്ടിലെ ഹിന്ദുത്വത്തിന് വേണ്ടി ബാധിക്കുന്ന കുറച്ചെങ്കിലും ആൾക്കാർക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. ശ്രീ മഞ്ജുഷ, താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ പള്ളികളിലെയും ക്ഷേത്രങ്ങളിലെയും എല്ലാവിധമായ ചടങ്ങുകൾക്കും രണ്ട് തലങ്ങളുണ്ട്. അതിനൊന്നാമത്തെ അതിന്റെ റിച്വൽ പാർട്ടും രണ്ടാമത്തെ അതിന്റെ കാർണിവൽ പാർട്ടുമാണ്. എന്ന് വെച്ചാൽ ആഹ്ലാദപരമായിട്ടുള്ള കാര്യങ്ങളും ആചാരപരമായ കാര്യങ്ങളുമുണ്ട്. ഈ രണ്ട് വിഭാഗത്തിലും അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ആഹ്ലാദപരം അഥവാ കാർണിവൽ പാർട്ട് എന്ന് പറഞ്ഞ ഗാനമേള, റാസ, അതുപോലെ തന്നെ പള്ളികളിലും ക്ഷേത്രങ്ങളിലും നടക്കുന്ന സദ്യ, ഘോഷയാത്ര, ശിങ്കാരിമേളം തുടങ്ങിയവയൊക്കെ തന്നെ അതിന്റെ ആഹ്ലാദപരമായ വശങ്ങളാണ്. അതിനകത്ത് എന്ത് വേണമെങ്കിലും കാണിക്കാം. മതേതരത്വമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏത് രീതിയിലും ആഹ്ലാദത്തിനെ കൂട്ടാൻ വേണ്ടിയുള്ള ഏത് മെറ്റീരിയലും അതിനകത്ത് ഉപയോഗിക്കുന്നത്. ആചാരം ലംഘിക്കരുത് എന്നേ ഉള്ളൂ. ഇവിടെ ഏത് തരത്തിലുള്ള ആചാരമാണ് ലംഘിച്ചത്? എന്ത് ആചാരമാണ് ലംഘിച്ചത്? താങ്കൾ എന്നെ കൊണ്ട് പറയാൻ സമ്മതിക്കണം. ആചാരപരമായ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഭജന, കുർബാന, കൊയർ, ഉത്സവം, പഞ്ചവാദ്യം തുടങ്ങിയ കാര്യങ്ങൾ ആചാരപരമായ കാര്യങ്ങളാണ്. അതിനകത്ത് നോക്കൂ, ഭജന എന്ന് പറഞ്ഞ ആചാരപരമായ കാര്യമാണ്. പള്ളിയിലെ ക്രൈസ്തവ കൊയർ എന്ന് പറയുന്നത് ഒരു ആചാരപരമായ കാര്യമാണ്. ക്ഷേത്രത്തിനകത്ത് പഞ്ചവാദ്യം കൊട്ടുക എന്ന് പറയുന്നത് ആചാരപരവും, ക്ഷേത്രത്തിന് വെളിയിൽ ശിങ്കാരിമേളം കൊട്ടുക എന്ന് പറയുന്നത് കാർണിവൽ പാർട്ടും ആഹ്ലാദപരവുമാണ്. ഇതിനകത്തെ ആചാരപരമായ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ച ചൂണ്ടിക്കാണിക്കുക. നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നത്, ഭജൻസ് എന്നുള്ളൊരു പേരിട്ടു എന്ന് വെച്ച് ഇത് ക്ഷേത്രാചാരവുമായി ഏത് രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു? നന്ദഗോവിന്ദം ഭജൻസ് ടീം അതൊരു ട്രൂപ്പാണ്. അതെങ്ങനെയാണ് ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് മാത്രമല്ല, ഇത് ക്ഷേത്രാങ്കണത്തിലല്ല നടന്നതും, ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് വെളിയിലാണ് നടന്നത്. അല്ല, അത് കേൾക്കൂ. ക്ഷേത്രത്തിന് വെളിയിലാണെങ്കിലും അകത്താണെങ്കിലും ഇവരൊരു ഭജന ട്രൂപ്പാണ്. ഒരു ഭജന ട്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ ആധികാരികതയും അതിൻ്റെതായ പ്രാമാണികത്വവും ഉണ്ട്. ഈ ഭജന ട്രൂപ്പിൽ പാടാൻ പോയ ആരും തന്നെ ജീൻസ് ഇട്ടിട്ടില്ലല്ലോ, ടീഷർട്ട് ഇട്ടിട്ടില്ലല്ലോ. അതിനൊക്കെ ഒരു സവിശേഷമായ ഔചിത്യം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഇവരൊരു പ്രൊഫഷണൽ ടീമാണ്. ഇവരെപ്പോഴും അല്ല, ഈ ഭജൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെപ്പോഴും ഈ ഭജൻസ് എന്ന രീതിയിൽ മാത്രമല്ല, അവർ ഫ്യൂഷൻ സംഗീതമാണ് അവിടെ ആലപിക്കുന്നത്. വെറും ഒരു ഭജൻ സംഘമാണെങ്കിൽ അവർക്ക് ഇത്രയും ആരാധകരെ കിട്ടില്ലായിരുന്നു. എത്രയോ ഭജന ട്രൂപ്പുകളുണ്ട്, അവർക്കെല്ലാം ഇത്രയും വലിയ ആരാധക വൃന്ദങ്ങളെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അവർ നിലനിൽപ്പിന് പോലും കഷ്ടപ്പെടുന്നവരാണ്. ഇതങ്ങനെയല്ല നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നത്. ഒരു ഫ്യൂഷനാണ് അതാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ജനപ്രീതി അവർക്ക് നേടാൻ സാധിച്ചത്. അല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രമല്ല അവർ. ശ്രീ അനിൽ വിളയിൽ അവർ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ടവരുമല്ല.
അല്ല, ഇത് കേൾക്കൂ. ക്ഷേത്രാചാരമായി ബന്ധപ്പെട്ടൊരു ചടങ്ങ് തന്നെയാണ് ഭജന എന്ന് പറയുന്നത്. ഗാനമേളയും ഭജനയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്ത കേരള സമൂഹത്തിലെ ആൾക്കാർ അത് മനസ്സിലാക്കുക തന്നെ വേണം. ഭജന പാടുമ്പോൾ അതിൻ്റെതായ ഔചിത്യമുണ്ട്. അത് ഗണപതിയിൽ തുടങ്ങി അവസാനം അയ്യപ്പനിലും മംഗളശ്ലോകത്തിലും അവസാനിക്കുന്ന കൃത്യമായ ഒരു കാര്യക്രമം അതിനകത്തുണ്ട്. അല്ല, ഇത്രയും നാൾ അവർ അങ്ങനെയാണോ ചെയ്തത്? ഇത്രയും നാൾ അവർ ഗണപതി സ്തുതിയിൽ തുടങ്ങി മംഗളം പാടി അവസാനിക്കുന്ന രീതി ആയിരുന്നുവോ ഈ ഫ്യൂഷൻ ടീമിന്റെ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ തന്നെയായിരുന്നു അവർ പാടിയിരുന്നത്. അങ്ങനെയാണ് ക്രമം. ഭജന എന്ന് പറഞ്ഞ സാമ്പ്രദായിക ഭജനയുടെ കാര്യക്രമം ഭജന അങ്ങനെയാണ്. പക്ഷെ ഈ ടീമിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നന്ദഗോവിന്ദത്തെ നിങ്ങൾ ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് പറ്റിയിരിക്കുന്ന അബദ്ധം. ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ ഇതിനോട് യോജിക്കുന്നില്ലല്ലോ അല്ലേ? ഇതൊരു ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെടുത്തുന്നതിനോട് താങ്കൾക്ക് പറയാൻ അവസരം തരാം. ശ്രീ ഷാബു പ്രസാദ്. അദ്ദേഹം പറഞ്ഞ ഏതാണ്ട് മുക്കാൽ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പാണുള്ളത്. അതായത് ആചാരപരമായ കാര്യങ്ങൾ, ഓരോ ക്ഷേത്രത്തിനും ആ ക്ഷേത്രത്തിൻ്റെതായ സാമ്പ്രദായികമായ ആചാര പദ്ധതികൾ ഉണ്ടാകും. ആ ആചാരപരമായ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും അവിടെ 100% ആ ക്ഷേത്രവുമായിട്ടും ആ ദേവതയുമായും ബന്ധപ്പെട്ട ആ ദേവതയുടെ ഇഷ്ടങ്ങളും പാരമ്പര്യമായി അനുഷ്ഠിച്ചു വരുന്ന കാര്യങ്ങളുമൊക്കെയാണ് അവിടെ പ്രാധാന്യമുള്ളത്. ഭജന എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുക. അത് അതിന്റെ കാർണിവൽ പാർട്ട് തന്നെയാണ്. ഈ ഒരു ക്ഷേത്രത്തിലും ഇപ്പൊ പറഞ്ഞില്ല, ഈ ആചാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓരോ ക്ഷേത്രത്തിനും ഒരു ആചാരമുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇന്ന ഭജന ഉണ്ടായിരിക്കണം എന്ന ഒരു സിസ്റ്റം എവിടെയും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അതാണ് ആചാരം എന്ന് പറയുന്നത്. ഇത് ജനങ്ങളെ, നമുക്ക് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ ഒരു ഭക്തിയുടെ ഒരവസ്ഥയിലേക്ക് ഉയർത്തി സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് സംഭവമാണിത്. പിന്നെ ഇവർ ഈ നന്ദഗോവിന്ദം ഭജൻസ് ഉള്ള കാര്യം ഞാൻ പറയാം, എനിക്ക് ഈ ടീമിനോട് വലിയ അപ്രീസിയേഷൻ തോന്നിയിട്ടില്ല ഒരിക്കലും. ഞാൻ ഇവരുടെ പ്രോഗ്രാംസ് നേരിട്ട് കണ്ടിട്ടുമില്ല. ഇവരൊരു വലിയ സംഭവമായിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടന്നപ്പോഴും അനുകൂലിച്ചു എതിർത്തും പറയാനും പോയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവരോട് ഉണ്ടായിരുന്ന ഒരു മറ്റൊന്ന് ഒരു അനുകൂല മനോഭാവം എന്താ പറഞ്ഞാൽ, ഈ വേടൻ ടീമുകളൊക്കെ ഉണ്ടാക്കിയ ആ ഒരു തരം ഒരു ഹാലിളക്കുണ്ട് ഈ നാട്ടില്. ഇതിന് എതിരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഭക്തിയുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ യുവജനങ്ങളെ ആകർഷിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതിനെ നമ്മൾ വളരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ കണ്ടിട്ടുള്ള ഭജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ മാതാ അമൃതാനന്ദമയി ദേവി അമ്മയുടെ അതാണ് ഭജന എന്ന് പറയുന്നത്. അല്ല, ഇവരിങ്ങനെ ചെയ്തത് എന്തോ വലിയ തെറ്റാണ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ടല്ലോ. അതിനോട് താങ്കൾ അങ്ങനെ ഒരു വലിയ തെറ്റ് ഇവർ ചെയ്തു എന്നുള്ളതാണോ? ക്ഷേത്രാചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് ക്ഷേത്ര മതിൽക്കെട്ടിൽ അല്ലെങ്കിൽ പോലും ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന പേരിൽ ഇവർ ഇങ്ങനെ ഒരു ട്രൂപ്പ് ഉണ്ടാക്കുകയും അത് ഈ ഭജനകളിൽ നിന്ന് തെന്നി മാറി ക്രൈസ്തവ ഗാനങ്ങൾ പാടി, അങ്ങനെ അവരെ വിമർശിക്കേണ്ടതുണ്ടോ ഇല്ലയോ? ഒറ്റ നിലപാട്. ഇല്ല, ഈ ടീം ഭജനയുടെ സാമ്പ്രദായിക രീതിയിൽ നിന്ന് മാറി അത് വലിയ ഒരു എക്സ്ട്രാവഗൻസ, ഒരു വിഷ്വൽ ട്രീറ്റ്, LED ദൃശ്യ ശബ്ദ വെളിച്ച വിന്യാസങ്ങൾ, ഇങ്ങനെ ഇതെല്ലാം കൂടെ ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ആ ഒരു അന്തരീക്ഷമാണ് ഇപ്പം ഇവരുടെ ഭജന, ഇവരുടെ ഈ പ്രോഗ്രാം നമ്മളൊന്ന് കണ്ണടച്ചിരുന്ന് കേട്ടാൽ നമുക്ക് ഒരു ഫീലും ഉണ്ടാവില്ല, ഒരു ഫീൽ. അതേസമയം അമൃതാനന്ദമയി ദേവി അമ്മയുടെ ഭജന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭജന നമ്മൾ കണ്ണടച്ചിരുന്ന് നമുക്കത് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. ഇതെല്ലാം കൂടെ ഇതൊരു ഭജനയുടെ സാമ്പ്രദായിക രീതിയേ അല്ല ഇവരുടേത്. ലക്ഷങ്ങളാണ്, വലിയ അതിപൂറ്റൻ LED വോള്, അതിഭയങ്കരമായ ശബ്ദം. ബാബു, അവരങ്ങനെ അവകാശപ്പെട്ടിട്ടുമില്ല കേട്ടോ. അവർക്ക് ഇത്രയും ആരാധകരെ കിട്ടിയത് അവർ ഈ രീതിയിലുള്ള അവകാശവാദം ഉന്നയിച്ചത് കൊണ്ടൊന്നും അല്ല കേട്ടോ. ഇല്ല, അതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇതിന്റെ അകത്ത് സംഭവം കൊണ്ട് ഇവിടെ ഹിന്ദുത്വം അടിമുടി തകർന്നു വീണു, എന്തോ വലിയ അപരാധം ചെയ്തു എന്ന നിലപാട് എനിക്കില്ല. അപ്പൊ അങ്ങനെ അത് ആ സംഭവം ഏറ്റെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അനാവശ്യമായി ഇതിന്റെ അകത്ത് കൊണ്ടുപോയി തലവെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന ഒരു വിനീതമായ നിലപാടാണ് എനിക്കുള്ളത്. ആര് ഏറ്റെടുക്കേണ്ടതില്ല എന്ന് അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട അനിൽ വിളയുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്, ശശികല ടീച്ചറുണ്ട്, കഴിഞ്ഞല്ലേ കാര്യം. ഇതിന്റെ അകത്ത് ചെന്ന് ചാടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അവർ ക്രൈസ്തവ ഗാനം പാടിയിട്ടുണ്ടെങ്കിൽ അവരെ അതിന്റെ വഴിക്ക് വിടുക, അല്ല അതിൽ തെറ്റ് പറയേണ്ട കാര്യമില്ല, കേൾക്കേണ്ടവർ കേട്ടാൽ മതി. ഇനിയിപ്പോ ഇതിന്റെ അകത്തോടെ സംഭവിക്കുന്ന എന്താണെന്നറിയാവോ? ഇതിന്റെ അകത്തോടെ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ രാഹുൽ ഈശ്വർ വന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല.
കാര്യം ഇങ്ങനെയുള്ളവരുടെ കയ്യിലേക്ക് ഒരു വലിയ വടി അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ടീമിനെ, അല്ലെങ്കിൽ ഈ നന്ദഗോവിന്ദ ഭജൻസ് ടീമിനെ പൂർണ്ണമായും നമ്മുടെ ഈ പറഞ്ഞ പോലെ ആ ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി അകറ്റി അവരെ വേറൊരു അവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരവസ്ഥയിലേക്കൊക്കെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇത് നിർത്തുക. അത് കാര്യം ഇവിടെ ഹിന്ദു സമൂഹത്തിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന്, ഇതിന്റെ ഉള്ളിൽ തന്നെ കടുത്ത ജാതീയത ഈ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആ ഒരു വെടിക്കെട്ട കഴിഞ്ഞിട്ടേ ഉള്ളൂ 2 ദിവസം മുമ്പ്. എത്രയോ കോടികളാണ് ഇവിടെ. അതായത് നന്ദഗോവിന്ദ ഭജൻസ് എന്തോ മഹാപരാധം ചെയ്തു എന്ന മട്ടിലുള്ള ഒരു വിമർശനം വേണ്ട അല്ലെ? ആ രീതിയിൽ അവരൊരു പ്രൊഫഷണൽ മ്യൂസിക്കൽ ട്രൂപ്പാണ്. അവരെന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയെങ്കിൽ മഞ്ജുഷേ, ഇപ്പൊ ആശ്രമം എന്ന് പറയുന്നത് അവരുടെ പേരിൽ ഭജൻ എന്ന പേരുള്ളതാണ് ഇത്ര വലിയ പ്രശ്നമെങ്കിൽ, ആശ്രമം എന്ന് പറഞ്ഞാൽ ഒരു ഹൈന്ദവ സങ്കല്പം എന്താണ്? ഒരാശ്രമത്തിൽ മറ്റുള്ള മതങ്ങൾ പാടുണ്ടോ? അമൃതാനന്ദമയി ഈ അമ്മയുടെ ആശ്രമത്തിൽ ക്രിസ്തുമസ് ആഘോഷം നടക്കുന്നുണ്ടെന്ന്. ക്രിസ്തുമസ് ആഘോഷം അമൃതാനന്ദമയി അമ്മയുടെ ആശ്രമത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പം മഞ്ജുഷ ഇരുന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ, ക്രിസ്തുമസ് സെലിബ്രേഷൻസ് ഇൻ അമൃതാനന്ദമയി മഠ്. അമ്മ നേരിട്ട് പങ്കെടുക്കുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങളാണ് ഒരു ആശ്രമത്തിലാണ് നടക്കുന്നത്. നമ്മുടെ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ആധ്യാത്മിക ഗുരുവായ അമൃതാനന്ദമയി അമ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്രിസ്തുമസ് ആഘോഷത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിന്റെ അകത്തൊക്കെ എന്തിനാണെന്ന് നമ്മൾ ഇത്ര കാര്യം, ഇതൊക്കെയാണോ ശരിക്കും ഈ നാട്ടിലെ ഹിന്ദുവിന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്? ഇതൊന്നും അല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് ഹിന്ദു കുടുംബങ്ങൾ ഇവിടെ പട്ടിണി കിടക്കുമ്പോൾ. ശ്രീ വിനു കിര്യത്ത്, ഇതിലൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഇലമെന്റ് കൂടി ഉണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇപ്പോൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയാണ്. ആ ടീം, നന്ദഗോവിന്ദം ടീം വിശദീകരണവും നൽകി കഴിഞ്ഞു. എന്നിട്ടും ആ വിശദീകരണത്തിൽ പിടിച്ചും ഇപ്പോൾ അവർക്കെതിരെയുള്ള വിമർശനം, അധിക്ഷേപം ഒക്കെയാണ് നടക്കുന്നത്. വളരെ വിഷമത്തോടെ നന്ദ കുന്തിരിക്കുമെന്നാണ് അവരെ ഇപ്പോൾ ഞാൻ വിഷമത്തോടെ ഒരു കാര്യം പറയാം. മഞ്ജുഷ് തുടങ്ങിയത് തന്നെ സംഘപരിവാർ അജണ്ട. നോക്കൂ, എല്ലാ ഹിന്ദുക്കളും സംഘപരിവാറല്ല. ഇതിനെ എതിർക്കുന്ന ഹിന്ദുക്കളെല്ലാം സംഘപരിവാറാണെങ്കിൽ നമ്മൾ മൊത്തം ഞങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. സംഘപരിവാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫസ്റ്റ് പറഞ്ഞ അങ്ങനെയാണ്. ശീർഷകം നിങ്ങളുടെ ഫസ്റ്റ് ഡയലോഗിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പം തൊട്ട് അയ്യോ അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് തോന്നി. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഫസ്റ്റ് സെന്റൻസ് ഇങ്ങനെയായിരുന്നു: നന്ദഗോവിന്ദം ഭക്തിയും സംഗീതവും ചേർന്ന വേദി, അവിടെ ഒരു ക്രൈസ്തവ ഗാനം മുഴങ്ങിയപ്പോൾ മതസൗഹാർദ്ദത്തിന്റെ മനോഹര നിമിഷത്തെ വിവാദമാക്കുന്നത് എന്തിനെന്നാണ്. അവിടെ സംഘപരിവാർ ഭക്തിഗാനം പങ്കിട്ട് അതിൽ തെറ്റെന്താണ്? സംഗീതത്തിന് മതമില്ല, ഭക്തിക്ക് അതിരുകളില്ല, ആചാരങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്രമേൽ പ്രധാനമാണ്. പക്ഷേ മതങ്ങൾ തമ്മിലുള്ള ബഹുമാനവും അതുപോലെ തന്നെ ആവശ്യമുള്ളതാണ്. കോട്ടയം നട്ടാശ്ശേരി വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നന്ദഗോവിന്ദം ഭജൻസ് ടീം ക്രൈസ്തവ ഗാനം ആലപിച്ചതിനെതിരെ വിമർശനം വരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. നന്ദഗോവിന്ദത്തെ കുന്തിരിക്കമാക്കുന്ന അജണ്ട ഒരിടത്തും സംഘപരിവാർ പറഞ്ഞിട്ടില്ല. കേൾക്കാം, അത് പോട്ടെ. അപ്പോൾ ഞാൻ ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. ആദ്യമേ പറഞ്ഞുകൊണ്ട് ആയിരുന്നു എന്ന് തന്നെ പറയാം. ഇപ്പം ആണോ എന്ന് ചോദിച്ചാൽ ശകലം വിഷമം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു ചാനൽ തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ ഇവരുടെ പരിപാടി വെച്ചപ്പോൾ ഞാൻ ഫ്രണ്ടിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അനൗൺസ് ചെയ്യേണ്ടി വന്നു, പ്രിയമുള്ള ജനങ്ങളെ പ്രിയമുള്ള ജനങ്ങളെ സഹകരിക്കണം, കാരണം റോഡ് ബ്ലോക്കാണ്, പല VIPസിനും അകത്തോട്ട് പോലീസ് പോലും വിടുന്നില്ല, അത്രയ്ക്ക് ഫാൻസ് ഉണ്ട്. അവിടെ എന്തിനാണ് നമ്മൾ ഈ നന്ദഗോവിന്ദ ഭജൻസിനെ ഇഷ്ടപ്പെട്ടത്? അവർ പാടുമ്പോൾ അവർ നമുക്കും കൂടെ പ്രചോദനം തരികയാണ്, നിങ്ങൾ ഏറ്റുപാടൂ. ഈ ഏറ്റുപാടുന്നതിൽ വൃദ്ധരുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്, അവരുൾപ്പെടെ ഇത് കാണാപ്പാടം മനപ്രയാസം പാടുന്നതിൽ 98% എന്നാണ് പറയാം ഹിന്ദുക്കൾ തന്നെയാണ്. കാരണം അവരാണല്ലോ ഇതെല്ലാം ഡെയിലി കേൾക്കുന്ന ഹിന്ദു ഭക്തിഗാനങ്ങൾ. എന്നാൽ അല്ലാത്തവരും ഉണ്ട്, അവരും ഏറ്റുപാടുന്നുണ്ട്. പക്ഷേ നോക്കൂ, നമ്മൾ ഒറ്റക്കാര്യം ഇവിടെ എല്ലാവരും പറയുന്നു ഭജന എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവരും വേറെ ഭജന എന്ന് വെച്ചാൽ പാട്ട് അല്ല. ഭജന എന്ന് വെച്ചാൽ ആരാധന, സമർപ്പണം. ഇങ്ങനെ ഇതും കൂടെ സംസ്കൃതത്തിൽ പറയുന്നുണ്ട്. ഏത് ക്ഷേത്രത്തിലാണോ അവിടുത്തെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പാടുന്ന പാട്ടിനെയാണ് ഭജന എന്ന് പറയുന്നത്. പക്ഷേ ഇവർ ആ സാമ്പ്രദായിക രീതി പിന്തുടർന്നവരാ അല്ലാതിരുന്നിട്ട് കൂടി താങ്കൾ അവരുടെ ഒരു ആരാധന ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അല്ല, ആ സമയത്തും അവരിങ്ങനെയായിരുന്നുവല്ലോ, ഒരു ഫ്യൂഷൻ ആയിരുന്നു. അല്ല, ഭജൻസ് എന്ന് പറയുമ്പോൾ ഭജന തന്നെ ഉദ്ദേശിച്ചായിരിക്കും ക്ഷേത്ര കമ്മിറ്റി നമ്മളൊക്കെ ഒരു പരിപാടിക്ക് വിളിക്കുന്ന. ഇപ്പം ഞാൻ പറയട്ടെ, നന്ദഗോവിന്ദം ഗാനമേള ട്രൂപ്പ് അല്ലെങ്കിൽ ഓർക്കസ്ട്ര അവരിട്ടിട്ട് അവരെന്തോ ചെയ്തോട്ടെ, അപ്പം നമ്മൾ വിളിക്കില്ല. ഭജനയ്ക്ക് വിളിച്ചാൽ ഇതുവരെ അവർ ഈ സാമ്പ്രദായിക രീതി പിന്തുടർന്നിരുന്നോ? അല്ല, എന്നിട്ട് നിങ്ങൾ ആരാധകനായിരുന്നുവല്ലോ ആ സമയത്തും.
ഇത് ഇപ്പോൾ, ഞാൻ പറഞ്ഞത് ഹിന്ദുക്കളുടെ കാര്യം അത് വരുമ്പോൾ ഞാൻ ഞാൻ പറയട്ടെ. ചോദിക്കട്ടെ, പരമപവിത്രം പാടാൻ സമ്മതിക്കില്ലല്ലോ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ നിങ്ങൾ പലരും? അപ്പോൾ എന്ത് വന്നാലും ഒരു എതിർക്കുക. അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരൊറ്റ കാര്യം പറയാം, ഇഡ്ഡലിക്കും ദോശയ്ക്കും കണ്ടന്റ് ഒന്ന് തന്നെയാണ്, ഉഴുന്നും അരിയും ഇല്ലേ എന്ന് പറഞ്ഞ പോലെ ഗാനമേളയും ഇതും രണ്ട് തന്നെയാണ്, പക്ഷെ പാട്ട് തന്നെയാണ് രണ്ടും. ഇവിടെ ഭജനയാണ് പറയണമെങ്കിൽ അവർ ഭജനപ്പാട്ട് പാടുക. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിച്ചു ഇതുവരെ അവർ ഭജനപ്പാട്ട് മാത്രമാണോ പാടിക്കൊണ്ടിരുന്നത്? സാധാരണ ഈ ഭജൻ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ ഒട്ടേറെയുണ്ട്. അവരുടെയൊക്കെ അവസ്ഥയും താങ്കൾക്കറിയാം. പലരും കഷ്ടപ്പെടുകയാണ് അവരൊരു ട്രൂപ്പ് നടത്തിക്കൊണ്ട് പോകാൻ. ഇവർക്ക് ഈ ജനപ്രീതി കിട്ടിയത് ഇവർ ഈ ഭജന പാടിയത് കൊണ്ട് മാത്രമല്ല, അത് താങ്കൾക്ക് അറിയാമല്ലോ. മഞ്ജുഷ, ഒരു കാര്യം ഞാൻ പറയാം, ഹിന്ദുക്കൾക്ക് 33 കോടി ദേവതകളും അതിനനുസരിച്ചുള്ള, ഇപ്പൊ മുരുകൻ തന്നെ സുബ്രഹ്മണ്യം കോവിലുണ്ട്, മുരുകൻ കോവിലുണ്ട്, പിള്ളേർക്ക് ഇങ്ങനെ ഗണപതിക്ക് പിള്ളേർ കോവിലുണ്ട്, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ എത്ര കോവിലുണ്ട്, കമ്മട്ടം ഗണപതിയുണ്ട്, ഇങ്ങനെ പലതുണ്ട്. ഇവിടെ എല്ലാം പല പല ആചാരങ്ങളും ചില ക്ഷേത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ വിഷുവിൻ്റെ അന്ന് കൃഷ്ണനെ വെച്ചിട്ട് പളനിമല ആണ്ടവാന്ന് പാടുവോ? ഇല്ല, കൃഷ്ണന്റെ പാട്ടേ അവിടെ പാടുകയുള്ളൂ. രണ്ടും ദൈവം തന്നെയല്ലേ. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ ക്ഷേത്രത്തിനുള്ളിൽ പോലും അല്ല കേട്ടോ നടന്നത്. നോക്കൂ, എങ്കിൽ അവർക്ക് 2 ട്രൂപ്പ് തുടങ്ങണം. നന്ദഗോവിന്ദം ഭജൻസ് ഇമീഡിയറ്റ് 2 ട്രൂപ്പ് തുടങ്ങി, ഒന്ന് നന്ദഗോവിന്ദം ഓർക്കസ്ട്ര എന്നും ഒന്ന് ഭജൻസ് എന്ന് വെച്ചാൽ ഭജന മാത്രം. അതിനൊക്കെ നിർബന്ധിക്കാൻ പറ്റുമോ അവര്? നിർബന്ധിക്കും. ഇഷ്ടമല്ലേ അത്? ശരി, അപ്പൊ പിന്നെ ആ ക്ഷേത്ര കമ്മിറ്റിക്ക് പ്രശ്നമില്ല. നോക്കൂ, ഭാരതാംബെ പൂജിക്കാം എന്ന പാട്ട് ഭാരതത്തിൽ പാടിക്കൂടാന്ന് പറയുമ്പോഴോ? അതിനെ ഇവിടെ ആർക്കും അതില്ല. ഇനി തിരിച്ച് നെയ്യാറ്റിൻകരയിൽ ഇന്ന് ഞാൻ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഇത് കണ്ടതാണ്, പോസ്റ്റ്, നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ശ്രീജിത്ത് പണിക്കരുടെ. നെയ്യാറ്റിൻകര അവരുടെ ഒരു ബിഷപ്പിൻ്റെ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കുറേ ബൈലോ അവർ ഇറക്കി. 7ാമത്തെ ക്ലോസ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് ചെണ്ടയും പഞ്ചവാദ്യവും നിഷിദ്ധമാണ്, ഇതിനകത്ത് കയറ്റാൻ പാടില്ല. വിത്ത് സീൽ അടിച്ചിറക്കിയിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സങ്കുചിത മനോഭാവമാണല്ലോ, അവരുടെ സങ്കുചിത മനോഭാവമാണ്. ആ ബിഷപ്പിന്റെ ഏതാണ് നെയ്യാറ്റിൻകര ബിഷപ്പ് ഹൗസിൽ നിന്നുള്ള ഒരു സങ്കുചിത മനോഭാവത്തോട് കൂടിയ ഒരു സർക്കുലർ ആണല്ലോ. അതുകൊണ്ട് എല്ലാവരും ആ രീതി പിന്തുടരുത് എന്നാണ് പറയുന്നത്. കണ്ടാൽ അതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്. ക്രൈസ്തവ ഗാനം പാടിയതിന് ഇത്രമാത്രം വിമർശനത്തിലാണ്. പാടുന്ന ഒരു പാട്ടായിരുന്നു 1000 കാത മകലയാണെങ്കിലും യേശു നായക, അതിലൊന്നും നമുക്കൊന്നും, ഞങ്ങൾ കൂടെ ഇരുന്ന് പാടും. നോക്കൂ, ഞാൻ വെട്ടുകാട് പള്ളിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മെഴുകുതിരി കത്തിക്കും. ഞാൻ ഭീമാപ്പള്ളിയിൽ സ്ഥിരം പോകാറുള്ളതാണ്, കാരണം കുറേ കടകളുണ്ട് അവിടെ, എനിക്ക് വേണ്ടപ്പെട്ടവർ അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ അവിടെ പോയി സാമ്പ്രാണി തിരി കത്തിക്കും. പക്ഷെ അവിടെ ചെന്നിരുന്നിട്ട് സ്വാഗതം കൃഷ്ണ എന്ന് പാടാൻ പറ്റുമോ? ഒന്ന് ആലോചിക്കുക. അവിടെ മനസ്സിൽ പ്രാർത്ഥിക്കും, കാരണം എനിക്ക് അവരുടെ പ്രാർത്ഥന അറിയണം. പക്ഷേ ഇതിന് സാഹചര്യം കൂടി താങ്കൾ നോക്കണം. അല്ല, ഈ വേമ്പിൻകുളങ്ങര ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഈ പുനരുദ്ധാരണത്തെ സഹായിച്ച നിരവധി ആളുകളുണ്ട്. മാത്രമല്ല, ഇവരവിടെ അനുവാദവും ചോദിച്ചിരുന്നു. ഇങ്ങനൊരു പാട്ട് പാടുന്നു. അവിടെ ക്രൈസ്തവ സഭാ വിശ്വാസികളും അവിടെ ഉണ്ടായിരുന്നു, അല്ലേ? ക്ഷേത്രത്തിന് വെളിയിലായിരുന്നു നടന്നത്. മഞ്ജുഷ, ഇവരെക്കാൾ വലിയ ഗായകൻ അവരെ ഈ ട്രൂപ്പിലുള്ളവരെ പഠിപ്പിച്ച ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. സുധീപ് കുമാറിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടായിരുന്നു അത്. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു പരിപാടിക്ക് ഇതുപോലെ പാടാൻ പറഞ്ഞു. അദ്ദേഹം സോറി, എനിക്ക് പാടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടെ ഞാനത് പാടില്ല. സുദീപിന്റെ ഇഷ്ടം, ഇത് ഇവരുടെ ഇഷ്ടം. ഇഷ്ടങ്ങൾ ഇത്തരം ഇഷ്ടങ്ങൾ മതപരമാകുമ്പോൾ അത് സ്വാർത്ഥത പാടില്ല. എല്ലാവർക്കും ഇവർ മതാചാരത്തെ ഇവർ മതാചാരത്തെ എവിടെ ലംഘിച്ചു? ഹൈന്ദവ ആചാരങ്ങളെ, ക്ഷേത്രാചാരങ്ങളെ ഇവർ ലംഘിച്ചോ ഇല്ലയോ എന്നുള്ള ചോദ്യമുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഹരിവരാസനം പാടി ഉറക്കുന്ന ദാസേട്ടനാണല്ലോ എന്ന് ഞാൻ കുറെ കമന്റ്സ് കണ്ടു. ഇതേ ദാസേട്ടനെ ഒരു പള്ളിയിൽ വിളിച്ചിട്ട് അവിടെ വന്നിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ പാടിക്കുവോ? പള്ളിക്കകത്ത് സങ്കുചിതമായ മനോഭാവമാണ്. പറയുമ്പോൾ മാത്രം പ്രശ്നവും ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ ആഹാ മതേതരത്വം. ഇത് കുറെ നാളായിട്ട് ഒരു കാര്യം കൂടെ നന്ദഗോവിന്ദ ഭജൻസ് മനസ്സിലാക്കുന്നത്, നിങ്ങളിപ്പോൾ ട്രാപ്പിലായിരിക്കുകയാണ്. അത് തമ്മിലടിപ്പിക്കുക. അതായത് പലർക്കും അറിയാം, സംഘപരിവാർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്, സംഘപരിവാറിലേക്ക് മുസ്ലിം സഹോദരന്മാരും ക്രിസ്ത്യാനികളും ഒരുപാട് ചേർന്ന് വരുന്നതിനെ പലർക്കും സഹിക്കാത്തതുകൊണ്ട് തമ്മിലടിപ്പിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു കളിയാണ് നിങ്ങൾ. സംഘപരിവാറിന്റെ ഭജന ടീം അല്ല, മതി, ആരുടെ ആയിക്കോട്ടെ. അവർ ഭക്തി കാണിച്ചു കൂടെ കുറിയിട്ടുകൊണ്ട് വന്ന് പാടി എല്ലാ ചെറുപ്പക്കാരും അവരുടെ ഒരു വിപണന തന്ത്രം കൂടി ആയേക്കാം. ഇപ്പോൾ അവരെ വളർത്തിയത് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ്, അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾ ചേർന്നാണ് എന്നൊക്കെയുള്ള ഒരു ഗാനങ്ങൾ പാടിക്കൊണ്ട് അതിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി അവർ നടത്തിയ ഒരു വിപണന തന്ത്രം കൂടിയാകാം കേട്ടോ. ഇത് അവർ നടത്തിയൊരു വിപണന തന്ത്രം കൂടിയാകാം. ഞങ്ങൾ എല്ലാവരുടെയും ഭാഗമാണ്, അതും അവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ എല്ലാവരുടെയും ഭാഗമാണ്, മൈത്രിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇത് സംഗീതം അതിനുള്ളതാണ് എന്നവർ പറയുമ്പോൾ അവർ അതും കൂടി ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം അവരൊരു ഹൈന്ദവ ചുറ്റുപാടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് പുറത്തു കടക്കണം, സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് ഞങ്ങളെ വളർത്തിയത് എന്ന രീതിയിലുള്ള ഒരു ധാരണയുണ്ടല്ലോ, അതിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് അവരും ആലോചിച്ചിരിക്കാം. ശ്രീ അനിൽ പിള്ളയിൽ ഇവിടെ ഷാബു പറഞ്ഞ കാര്യം, എന്തിനാണ് ഇത്രയും വിഷയങ്ങൾ എടുത്ത് കൊണ്ടുവരുന്നത് എന്നുള്ളത്,
അദ്ദേഹം സാധാരണയായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ അനുകൂലിക്കുന്നയാളാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു. അതെ, അദ്ദേഹം പറഞ്ഞ കാര്യത്തിനകത്ത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ ആരാണ് ഈ നന്ദഗോവിന്ദ ഭജൻസിനെ ബഹിഷ്കരിക്കണമെന്നോ അവരുടെ പരിപാടിയെ തടയണമെന്നോ ഏത് ഹൈന്ദവ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്? അവര് കാണിച്ച അനൗചിത്യത്തിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ശ്രീ മഞ്ജുഷ് ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഉദ്ദേശിക്കുന്നത്. ബാക്കി മതങ്ങളുടെയൊക്കെ ഏതെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊക്കെ സങ്കുചിതം, ബാക്കിയൊക്കെ പ്രശ്നം എന്ന രീതി പറഞ്ഞത് ശരിയല്ല. ഈ ചൂണ്ടിക്കാണിക്കുന്നത് സങ്കുചിതം എന്നല്ല പറയുന്നത്, അവർ ചെയ്യുന്നത് സങ്കുചിതം എന്നാണ് പറഞ്ഞത്. അല്ലല്ല, അതിനെപ്പറ്റി എന്താണ് കേരളത്തിൽ ചർച്ച ചെയ്യാത്തത്? കേരളത്തിലെ ഹിന്ദുവിന്റെ പ്രശ്നങ്ങളെ മാത്രം പർവ്വതീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങള് എന്തേ ഈ കഴിഞ്ഞ ദിവസം ഇന്നത്തെ ദിവസം നമ്മൾ നോക്കൂ, KC വേണുഗോപാൽ കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെയാണ് ഈ വിഷയത്തിൽ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ MP ആണല്ലോ KC വേണുഗോപാല്, ചേർത്തലയിലെ MLA ആണല്ലോ പ്രസാദ് എന്ന് പറയുന്ന മന്ത്രി. ഇവരൊക്കെ എന്തേ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ മന്തി വെച്ചതിനെ പറ്റി ഒരക്ഷരം ഇവർ മിണ്ടിയോ? അവർക്ക് ആർജവുമില്ല, അതുകൊണ്ട് ആർജവമില്ലാത്തതുകൊണ്ട് അവർ മിണ്ടിയില്ല. നമ്മൾ ഇതേ ഫ്ലോറിൽ ചർച്ച ചെയ്ത വിഷയമാണ് കേട്ടോ അത്. ആ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യാത്തതെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങള്. ഞങ്ങൾ ചർച്ച ചെയ്തു, ഞാൻ ചർച്ച ചെയ്തു ആ വിഷയം. വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് നിലപാടെടുക്കുന്നത്. സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചർച്ച വന്നു. ശ്രീ ഷാബു പ്രസാദും അന്നിവിടെ പറഞ്ഞിരുന്നു, അന്ന് ഇതേ ഫ്ലോറിൽ പറഞ്ഞിരുന്നു, എന്തുകൊണ്ടാണ് വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാത്തത്, അവർ മിണ്ടാതിരിക്കുന്നത് എന്ന്. അത് തന്നെയാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞ KC വേണുഗോപാലിന്റെ കാര്യവും. എന്നെ ഒന്ന് ആ കണ്ടിന്യൂറ്റി അല്ല, താങ്കൾ ഈ കാര്യം എന്റെ നേരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ലില്ലില്ല, താങ്കളുടെ നേരെയല്ല. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ്, കേരളത്തിലെ ഹിന്ദുത്വം ഏതെങ്കിലും വെല്ലുവിളികൾ നേരിടുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ ഒരു പ്രതികരണം നടത്താനോ കേരളത്തിലെ മതേതരത്വം 3 നേരവും പുഴുങ്ങി തിന്നുന്ന കക്ഷികൾ തയ്യാറാവാത്തതിന്റെ വിഷമമാണ്. ഈ മന്ത്രി വിഷയമാണെങ്കിൽ ചർച്ച ചെയ്ത കാര്യം ഞാൻ ഒരു തവണ ഓർമ്മിപ്പിച്ചു കേട്ടോ. ന്യൂസ് 18 ചർച്ച വന്നു, ഞാൻ സമ്മതിച്ചു. പക്ഷെ KC വേണുഗോപാല്, പ്രസാദ്, കേരളത്തിലെ മുഖ്യമന്ത്രി ആരും നാളിതുവരെ യാതൊരു അക്ഷരവും ഈ മന്തിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പറഞ്ഞിട്ടില്ല. ഒരിടത്തല്ലല്ലോ മന്തി വിഷയം ഉണ്ടായത്, 8-9 സ്ഥലങ്ങളിലും ബാംഗ്ലൂരിലും ഉണ്ടായി. ഇതേപോലെ തന്നെ താങ്കൾ ഇപ്പോൾ നമ്മുടെ ശ്രീ വിനു കിരിയത്ത് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നെയ്യാറ്റിൻകര ബിഷപ്പ് ഇറക്കിയതിനകത്തെ ഒരു പരാമർശമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനകത്തെ 5ാമത്തെ കാര്യം എന്താ പറയുന്നത്? ഇനി തൊട്ട് ക്രൈസ്തവ ദേവാലയങ്ങളില് ബൈബിൾ നാടകങ്ങളും ക്രിസ്തീയ ഭക്തി ഗാനമേളയും മാത്രമേ കർശനമായി പാടുള്ളൂ എന്നാണ് ഇറക്കിയിരിക്കുന്നത്. അതേ പറഞ്ഞുള്ളൂ. എന്തുകൊണ്ട്? വൺ വേ ട്രാഫിക് ആയിട്ട് കേരളത്തിലെ സാമൂഹ്യ സാഹചര്യത്തിനെ മതേതരത്വത്തിനെ മാറ്റുന്നതിനെതിരെ ഞങ്ങളുടെ കൂട്ടുള്ള ആൾക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ചൂണ്ടിക്കാണിക്കലുകളെങ്കിലും നടത്തിയില്ലെങ്കിൽ ഞങ്ങളൊക്കെ എന്തിനാണ് ഹിന്ദു സംഘടനാ പ്രതിനിധികളായിട്ട് കഴിയുന്നത്? ഞങ്ങൾ കൂടെ നിശബ്ദരാക്കപ്പെടുന്ന ഒരു കേരള സമൂഹത്തിനെ പറ്റി താങ്കളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞങ്ങളെ നിശബ്ദരാക്കി കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ 3-4 മാസക്കാലമായിട്ട് താങ്കൾ നോക്കൂ, കേരളത്തിൽ ഹിന്ദു വിരുദ്ധമായി ധാരാളം സംഭവം ഉണ്ടായി. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പത്രമായിട്ടുള്ള ദീപികയിലെ ഒരു പ്രധാനപ്പെട്ട ലേഖനം വന്നു. എഴുത്തച്ഛൻ ജീവിച്ചിരുന്നിട്ടേ ഇല്ല, അദ്ദേഹം രാമായണം എഴുതിയിട്ടേ ഇല്ല. ഒരാൾ എഴുതിയ വിനോയ് തോമസ് എന്ന് പറഞ്ഞ ചുരുളി എന്ന് പറയുന്ന സിനിമയിലെ ഏറ്റവും കൂടുതൽ തെറി എഴുതിയ തെറിയച്ഛൻ അവാർഡ് മേടിക്കേണ്ട വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം എഴുതിയ ലേഖനമാണ്. നമ്മൾ എത്ര നിസ്സാരമായിട്ട് എത്ര ഹിന്ദു സംഘടനകൾ അത് ഏറ്റെടുത്തു. ഞങ്ങളുടെ കൂട്ടുള്ള കുറച്ചുപേർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് പ്രതികരിക്കാനുള്ള ശക്തിയെങ്കിലും ഞങ്ങൾ കേരള സമൂഹത്തിൽ കാണിക്കുന്നുണ്ടല്ലോ. കേരളത്തിലെ ഇടത് മുന്നണിയുടെയും വലത് മുന്നണിയുടെയും മതേതരത്വ നേതാക്കന്മാർ ഈ വിഷയം പറയില്ല. നിങ്ങൾ നോക്കൂ, ക്രിസ്തുവെ ജീവിച്ചിട്ടിരുന്നിട്ടില്ല, ബൈബിള് കള്ളക്കഥയാണ്, മുഹമ്മദ് നബി എന്ന് പറയുന്ന കള്ള ആശയമാണ്, ഖുറാൻ എന്ന് പറയുന്ന കള്ളമാണ് എന്ന് ഞങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിലും നിങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നാളെ ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. എന്തേ മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ, അദ്ദേഹത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുക്കുന്നു, അദ്ദേഹമാണ് രാമായണം എഴുതിയത് എന്ന് എല്ലാ ജനങ്ങളുടെയും വിശ്വാസമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ലീലാവതി ടീച്ചറും C രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള ഭാഷാ പണ്ഡിതന്മാർ കൃത്യമായി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നന്ദഗോവിന്ദ ഭജൻസ് എന്ത് ചെയ്യണമെന്നാണ് താങ്കൾ പറയുന്നത്? ഇനി എന്താണ് നന്ദഗോവിന്ദ ഭജൻസുമായുള്ള നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഒരു നിലപാട്? നന്ദഗോവിന്ദ ഭജൻസിന് പറ്റിയിരിക്കുന്ന ഒരു അനൗചിത്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അവരെ എതിർക്കപ്പെടേണ്ടവരേ അല്ല, അവര് തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളൊക്കെ തന്നെ. കേരളത്തിലെ ഭജൻ സംസ്കാരം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഭജൻ സംസ്കാരം ഉണ്ടാക്കിയപ്പോൾ അതിന്റെ റിച്വൽ പാർട്ട്, ആചാരപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ അവർ തയ്യാറാകണം. അവർ മതേതരത്വത്തിന്റെ കയ്യടി നേടാനോ മതേതരത്വത്തിന്റെ മേൽമൂടി ഇട്ടുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നതിനെ മാത്രമാണ്. അവര് ക്രൈസ്തവ പാട്ട് പാടിയപ്പോൾ മാത്രമേ അവർ ഈ ആചാര ലംഘനം നടത്തിയിട്ടുള്ളൂ. അവർ ഈ ഒരു ഭജൻ സ്കീം എന്ന രീതിയിലല്ലല്ലോ അവർ ഇതുവരെ ഇവിടെ പെർഫോം ചെയ്തിരുന്നത്. ഏത് പാട്ട് പാടി അവര് വേറെ? അല്ല, ഞാൻ പറയട്ടെ, അവർ ഈ പറയുന്ന പോലെ ഗണപതി സ്തുതിയിൽ തുടങ്ങി മംഗളം പാടി അവസാനിക്കുന്ന രീതിയിലാണോ അവരുടെ ഒരു രീതി പോകുന്നത്? അവരുടെ ഫ്യൂഷൻ രീതിയാണ് അവർ അവലംബിക്കുന്നത്.
അവർ തന്നെ അത് അവര് പറയുന്നുണ്ടല്ലോ. കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ടാണല്ലോ അവരുടെ ഗാനങ്ങൾക്ക് ജനപ്രീതി കിട്ടിയത്. അവരുടെ നന്ദഗോവിന്ദം ഭജൻസ് ടീമിന്റെ അതൊരു ഷോയാണല്ലോ, ഷോകൾക്ക് ഇത്രയും ജനപ്രീതി കിട്ടിയത്. ആ ഷോ അമ്പലവുമായി ബന്ധപ്പെട്ട ആ ഷോ ഒന്നും നന്ദഗോവിന്ദ ഭജൻസ് ഇറക്കണ്ട. അത് തന്നെയല്ലേ അവർ നടത്തിക്കൊണ്ടിരുന്നത് ഇതുവരെ. ഷോ താങ്കൾ പറഞ്ഞ വാക്കുണ്ടല്ലോ, ആ ഷോ എന്ന് പറയുന്ന വാക്ക് കാണിക്കാനല്ല അമ്പലങ്ങളും പറമ്പുകളും അമ്പല ക്ഷേത്രഭൂമികളും ഷോ കാണിക്കേണ്ടത് പുറത്ത്. അത് നന്ദഗോവിന്ദം ഗാനമേള ട്രൂപ്പ് എന്ന് ഇട്ടുകൊണ്ട് ചെയ്യേണ്ടതാണ്. നന്ദഗോവിന്ദം ഭജൻ എന്ന് പറയുന്ന ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമാണ്. മീരാബായി ഉൾപ്പെടെയുള്ള മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള എത്രയോ ആൾക്കാർ ഭജന സംസ്കാരം കേരളത്തിലും ഭാരതത്തിലും വ്യാപകമാക്കി. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഭജനെ അവലംബിക്കുമ്പോൾ അതിന്റെ റിച്വൽ പാർട്ട് അവർ മനസ്സിലാക്കണം. ശ്രീ അനിൽ പിള്ളയിൽ ഈ നന്ദഗോവിന്ദം ഭജൻസ് ഇതുവരെ ഷോ നടത്തിയപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു. ഈ ക്രൈസ്തവ ഗാനം മാത്രമാണ് നിങ്ങൾക്ക് പ്രശ്നമായത്. അതും ക്ഷേത്രാങ്കണത്തിന് വെളിയിൽ ഇങ്ങനെ പാടുന്നത്. അവിടെ ക്ഷേത്ര കമ്മിറ്റിക്ക് പ്രശ്നമില്ല, അവിടെ കൂടി നിന്നവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ഹൈന്ദവ സംഘടനകൾക്ക്, അത് BHP, ഹിന്ദു ഐക്യവേദി തുടങ്ങിയവർക്കാണ് ഈ പ്രശ്നമുള്ളത്. ശ്രീ മഞ്ജുഷ, താങ്കൾ അത് കാര്യം മനസ്സിലാക്കൂ. ഞങ്ങൾ അവര് പാടിയതിനെതിരല്ല. അവര് പാടിക്കൊള്ളട്ടെ, അവർക്ക് പാടേണ്ട വേദി ഇതല്ല. അവര് പാടേണ്ടത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലേ അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവര് പുറത്തു പാടുന്നതിന് ഞങ്ങൾ എതിരല്ല. അവര് ഹൈന്ദവ രീതിയിലുള്ള ഭജന സമ്പ്രദായം അവലംബിച്ചുകൊണ്ട് കാലഘട്ടത്തിന് ആവശ്യമായ ചില കുറെ മെക്കാനിസം ഒക്കെ കാണിച്ചുകൊണ്ട് അവര് പരിപാടി നടത്തുന്നതിന് ഞങ്ങൾ എതിരേ അല്ല. ഹിന്ദു മതം എന്ന് പറയുന്ന സ്വയം നവീകരണം തെരഞ്ഞെടുത്തിട്ടുള്ള മതമാണ്. അതിനകത്തോട്ട് ഇത്തരത്തിലുള്ള മതേതര വെള്ളം ചേർക്കലുകൾ ശരിയല്ല. കേരളത്തിലെ ഹിന്ദുവിനെതിരെ എന്തും കാണിക്കാം. ബാക്കിയുള്ളവരൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ സങ്കുചിതമാണെന്നുള്ള വിശേഷം ശരിയല്ല. നമ്മൾ ശ്രദ്ധിക്കൂ, ഭജൻ ട്രൂപ്പിലുള്ളതിലെ 99% ഹിന്ദുക്കളാണ്. ഗാനമേള ട്രൂപ്പിൽ സർവ്വമതക്കാരുമുണ്ട്. അമ്പലത്തിൽ ഗാനമേള നടത്തിയാൽ ക്രിസ്തുവിനെ പറ്റിയോ നബിയെ പറ്റിയോ ഏത് പാട്ടും പാടിക്കൊള്ളട്ടെ. അതെന്ന് വെച്ചാൽ കാർണിവൽ പാർട്ടാണ്, ആഹ്ലാദപരമായിട്ടുള്ളൊരു ചടങ്ങാണ്. അവിടെ പാടുന്നതിന് ആരും എതിരല്ല. പക്ഷെ ഭജനത്തിന്റെ ആ രൂപത്തിൽ ഇവര് പാൻറിട്ടുകൊണ്ടോ ഇവര് ജീൻസ് ഇട്ടുകൊണ്ടോ ഒന്നും അല്ലല്ലോ പരിപാടി നടത്തുന്നത്. ഒരു ഹൈന്ദവ ഒരു സങ്കല്പം അനുസരിച്ചുകൊണ്ടുള്ള പരിപാടി നടത്തുമ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ഔചിത്യം അവർ കാണിക്കേണ്ടിയിരുന്നു എന്ന് മാത്രമാണ് നമ്മൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആ അനുജന്മാർക്ക് ഭാവിയുള്ളവരാണ്, അവരിത് മനസ്സിലാക്കണം. അവരല്ലാതെ ഞാൻ ഒരു കാര്യം, ശ്രീകൃഷ്ണ സ്തുതികൾ കൊണ്ട് ഏറ്റവും കൂടുതൽ പണം കേരളത്തിൽ ഉണ്ടാക്കിയത് നന്ദഗോവിന്ദ ഭജൻസ് ആണ്. ഈ ശ്രീകൃഷ്ണ ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് അതിനെന്താണ് കുഴപ്പം? ഒരു ചെറിയ കാര്യം, സെന്റൻസ് ഒന്ന് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. ശ്രീകൃഷ്ണനെ അപമാനിച്ചുകൊണ്ട് ഈ മന്തിയുടെ പരസ്യത്തിൽ അവതരിപ്പിച്ചപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ഗായകൻ ഒരു കമന്റ് ഇട്ടോ അത് തെറ്റായിപ്പോ എനിക്ക് ഇതൊക്കെയാണോ ശ്രീ അനിൽ, ഇതൊക്കെയാണോ ഈ ഭജൻസ് ടീമിനെതിരെയുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അവര് മതേതരത്വത്തിന്റെ പാതയിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇതൊക്കെ മറക്കുന്നത് ശരിയല്ല. ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. അവര് തീർച്ചയായിട്ടും നല്ല കുട്ടികളാണ്. അല്ല ശ്രീ അനിൽ, ഇത് നിങ്ങൾ അവകാശപ്പെടുന്നത് നിങ്ങളാണ് ഈ നന്ദഗോവിന്ദം ഭജൻസിനെ വളർത്തിയത്. ഇതിലേക്കാണ് താങ്കൾ വരുന്നത് കേട്ടോ. താങ്കളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അതാണ്, നിങ്ങളാണ് ഈ ഹൈന്ദവ പ്രസ്ഥാനങ്ങളാണ് നന്ദഗോവിന്ദം ഭജൻസിനെ വളർത്തിയത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അതാണല്ലോ ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് എന്ന് പറയുന്നത്. അതൊരു ഭീഷണിയുടെ സ്വരമാണ്. ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് ഇവരെ വളർത്തിയെന്ന് പറയത്തില്ല. പക്ഷെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ ആയിരക്കണക്കിന് കുട്ടികൾ പല ക്ഷേത്രങ്ങളുടെയും കമ്മിറ്റികളിലുണ്ട്. അവര് നാടുനീള പിരിച്ച് പൈസ ഉണ്ടാക്കിയതിന്റെ ഒരു പാർട്ടി ഇവർ കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഇവർ മറക്കരുത്. അതാണ് യാഥാർത്ഥ്യം. ഈ ക്ഷേത്ര സമിതികൾ, ഞാൻ ചോദിച്ചോട്ടെ, ഇവരൊരു ഗണഗീതം പാടുന്നു ഭാരതാംബയെ വർണ്ണിച്ചുകൊണ്ട്. അത് പാടിയപ്പോൾ ഇവിടുത്തെ ഈ മതേതരത്വക്കാരുടെ എന്താ ഇളകിപ്പോയത്? അന്ന് അവരെ എതിർക്കപ്പെട്ടു. ഇന്ന് അവർ പാടിയപ്പോൾ, ക്രൈസ്തവ ഗാനം പാടിയപ്പോൾ മതേതരത്വത്തിന്റെ വർണ്ണാഭമായ ശോഭകള് ഇവർ ഉയർത്തി എന്ന് പറയുന്നിടത്താണ്. ഇവർ വിചാരിച്ചാൽ, നന്ദഗോവിന്ദമല്ല, ലോകത്ത് ആര് വിചാരിച്ചാൽ പോലും ഹിന്ദുത്വത്തിനെ തകർക്കാനൊക്കത്തില്ല. മറ്റൊരു വാദമുണ്ട്, ഈ ശബരിമല ധർമ്മശാസ്താവിനെ ഉറക്കുന്നത് അയ്യപ്പന്റെ ഈ ഹരിവരാസനം കൊണ്ടാണ്. യേശുദാസ് ജനിക്കുന്നതിന് മുമ്പും ഹരിവരാസനം എഴുതപ്പെട്ടതിന് മുമ്പും ഒന്നും അയ്യപ്പൻ ഉറങ്ങിയിട്ടില്ലെന്നാണ് ഇവർ പറഞ്ഞാൽ കേട്ടുന്നത്. അതെന്തൊരു മര്യാദകേടാണ്. ശ്രീ രാഹുൽ ഈശ്വർ കൂടി ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഹൈന്ദവ വിശ്വാസികൾക്ക് അപമാനമുണ്ടാക്കുന്ന രീതിയിലായിരുന്നു നന്ദഗോവിന്ദം ഭജൻസിന്റെ ആ ക്രൈസ്തവ ഗാനാലാപനം എന്നാണ്. രണ്ടുപേർ ഇവിടെ അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. ശ്രീ അനിൽ പിള്ളയും ശ്രീ ബിനു കിരിയത്തും. ശരി, രാഹുൽ പറഞ്ഞു. ഇത് അങ്ങേക്ക് കാണാൻ കഴിയുമോ അറിയില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രിസ്മസ് ഈവ് സെലിബ്രേഷൻ നടക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ ബേലൂർ മഠത്തിലാണ്.
സ്വാമി വിവേകാനന്ദന്റെ ബേലൂർ മഠത്തിൽ ഹിന്ദു സന്യാസിമാർ, കാഷായധാസ്ത്രധാരികളായ ഹിന്ദു സന്യാസിമാർ ഉണ്ണിയേശുവിന്റെയും അമ്മ മേരിയുടെയും യേശുക്രിസ്തുവിന്റെയും ചിത്രങ്ങൾ വെച്ച് അതിനു ചുറ്റും ആരതി ഉരിയുന്ന കാഴ്ചകൾ നമുക്ക് മനോഹരമായി കാണാൻ കഴിയും. സംഭവിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു സന്യാസിമാരിൽ ഒരാളായ സ്വാമി വിവേകാനന്ദന്റെ ബേലൂർ മഠിലാണ്. ഞാൻ ആ പിക്ചേഴ്സ് കാണിക്കുന്നുണ്ടില്ലെങ്കിൽ ആർക്കും ബേലൂർ മഠ് ക്രിസ്മസ് എന്ന് അടിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. സ്വാമി വിവേകാനന്ദന്റെ പാതയാണ് നമുക്ക് വേണ്ടത്. സ്വാമി അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ നൂറ്റാണ്ടുകളായി, 1000 വർഷങ്ങളായി അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മുസ്ലിമായ വാവരെ തൊഴുതിട്ട് വെളുത്തെ ആദരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യയുടെ പ്രസിഡന്റായ ദ്രൗപദി മുർമുജി ആലോചിച്ച് നോക്കണം. നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായ രാഷ്ട്രപതിയായ അല്ലെങ്കിൽ പ്രസിഡന്റായ ദ്രൗപദി മുർമുജി ഇവിടെ എത്തിയപ്പോ അയ്യപ്പന്റെ പാതയിൽ ആദ്യം തന്നെ അയ്യപ്പന്റെ സുഹൃത്തായ മുസ്ലിം വാവരുടെ അവിടെ പോയി അവിടുത്തെ വാവരുടെ മതസൗഹാർദ്ദത്തിന്റെ നിമിഷങ്ങളാണ്, നമ്മളെല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷേ രാഹുൽ, ഇവിടുത്തെ ഈ ഡിബേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യം ഭജൻസ് എന്നാണ്, നന്ദഗോവിന്ദം ഭജൻസ് എന്നാണ്. അപ്പോൾ ഭജനയുടെ ചിട്ടവട്ടങ്ങളുണ്ട്, അതിൽ നിന്ന് ഇവർ വ്യതിചലിച്ചു എന്നാണ് പറയുന്നത്. അതാണ് അവർക്കെതിരെയുള്ള വിമർശനത്തിനും ആരോപണത്തിനും കാരണം. ഞാൻ എന്റെ വാദം മുമ്പോട്ട് വെച്ചോട്ടെ. ഇതാണ് അയ്യപ്പന്റെ പാത. അത് ഇന്നും ഇന്നലെയുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്നും ഇന്നലെയുമല്ല, നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിമായ വാവരും ക്രിസ്ത്യാനിയായ വെളുത്തയും നമ്മുടെ അയ്യപ്പ ഭഗവാന്റെ സങ്കല്പങ്ങളുടെയും യാത്രയുടെയും ഭാഗമാണ്. ഈ നാടിന്റെ മഹത്വം അതാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് പോലും അതിനെ അംഗീകരിച്ചാ വരുന്നത്. പ്രസിഡന്റിനും അയ്യപ്പനും മാത്രമാണ് പോസ്റ്റ് ഓഫീസ് സ്വന്തമായുള്ളത് നമ്മൾ ആലങ്കാരികമായി പറയുന്നുണ്ട്. ഇവിടെയും സംഭവിച്ചത് എന്താണ്? നന്ദഗോവിന്ദം ഭജൻസിന്റെ ഫ്രെയിംവർക്ക് യഥാർത്ഥത്തിൽ ഹിന്ദു സനാതന ധർമ്മ ഫ്രെയിംവർക്കാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ ഫ്രെയിംവർക്കിലൂടെയാണ് നമുക്ക് എല്ലാവരെയും സ്വീകരിക്കാൻ കഴിയുന്നത്. ഇന്ന് കാണുന്ന മതസൗഹാർദ്ദം ഓർക്കുക, ഇടതുപക്ഷക്കാർ പറയുന്ന മതേതരത്വമല്ല, നെഹ്റുവിയൻ സെക്യുലറിസം അല്ല, പക്ഷേ ഗാന്ധിയൻ സെക്യുലറിസം, ഗാന്ധിയൻ ബഹുസ്വരത, മതസൗഹാർദ്ദം, സാഹോദര്യം ഇന്ന് കാണുന്ന രീതിയിൽ ലോകത്തെ പഠിപ്പിച്ചത് നമ്മുടെ സ്വാമി വിവേകാനന്ദനാ. അതായത് 1893 ലോക മതമഹാസമ്മേളനത്തിന് പോയി എല്ലാ പാതകളിലൂടെയും ദൈവത്തിൽ പേരിട്ടുകൊണ്ട് അവർക്ക് എന്തും ചെയ്യുവാനുള്ള ലൈസൻസ് ഇല്ല എന്നുള്ള നിലപാടാണ് ഇവിടെ രണ്ടുപേരും സ്വീകരിച്ചത്. അതിനുള്ള മറുപടി എന്താ? അല്ലല്ല, ഒരു സെക്കൻഡ് ഞാൻ അതും കൂടെ പറഞ്ഞു നിർത്താം. എന്താ ക്രിസ്ത്യൻ ഭജൻസ് ഉണ്ടായിക്കൂടെ? ഇസ്ലാമിക ഭജൻസ് ഉണ്ടായിക്കൂടെ? ഭജൻസ് എന്ന വാക്ക് നമ്മുടെ ആണെന്നേ ഉള്ളൂ. അതായത് ദൈവം എന്ന വാക്ക് നമ്മളാണ് ആദ്യം ഉപയോഗിക്കുന്നത്. ദൈവം എന്ന പദം ഉപയോഗിക്കുന്നില്ലേ? മുസ്ലിങ്ങൾ ദൈവം എന്ന പദം ഉപയോഗിക്കുന്നില്ലേ? അള്ളാഹു എന്ന പദത്തിനൊപ്പം പടച്ചോനൊപ്പം ദൈവം ഉപയോഗിക്കുന്നില്ലേ? അപ്പൊ നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും എല്ലാവരുടേതുമാണ്. ആ എല്ലാവരുടേതാവുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇൻക്ലൂസീവും പ്ലൂറലിസ്റ്റിക്, സെക്കുലർ അല്ല, മതേതരമല്ല, മതസൗഹാർദ്ദവാദികളാവുമ്പോഴാണ്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് തിരിച്ചു വരാം. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ നന്ദഗോവിന്ദം ഭജൻസിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? നന്ദ കുന്തിരിക്കം ഭജൻസ് എന്നൊക്കെ പറഞ്ഞവരെ അപമാനിക്കുകയാണോ? അവർ നമ്മുടെ ഹിന്ദുക്കളുടെ അഭിമാനമാണ്. ആ അഭിമാനം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏറ്റെടുക്കുന്നെങ്കിൽ നന്ദഗോവിന്ദം ഭജൻസിനെ നമ്മൾ അഭിമാനത്തോടെ കാണണം. ഒന്ന് ആലോചിച്ച് നോക്ക്. യേശുദാസ് സാർ ഏറ്റവും മനോഹരമായ, യേശുദാസ് എന്നല്ലേ പേര്, എന്നാൽ സ്വാമി അയ്യപ്പനെയും ഗുരുവായൂരപ്പന്റെയും ഏറ്റവും മനോഹരമായ ഭക്തിഗാനങ്ങൾ പാടിയത് യേശുദാസ് സാറല്ലേ? അപ്പൊ നമ്മുടെ നാടിന്റെ മഹത്വം മതേതരത്വം അല്ല, മതസൗഹാർദ്ദം. അവിടാണ് അനിൽ വിളയിൽജിയോട് എനിക്ക് വിയോജിപ്പുള്ളത്. മതേതരത്വം വേണ്ട, പക്ഷെ മതസൗഹാർദ്ദമാകാം, മതസാഹോദര്യമാകാം. ഇതുകൊണ്ടുകൂടെയാണ് RSSന്, സംഘപ്രസ്ഥാനങ്ങൾക്ക് മുസ്ലിം രാഷ്ട്രീയ മഞ്ചും ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ചും ഈസായി രാഷ്ട്രീയ മഞ്ചും ഉള്ളത്. അതായത് നമ്മുടെ സഹോദര സമുദായങ്ങളെ ചേർത്ത് നിർത്താനും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റായ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കൊണ്ടുവരുന്നത് നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിജിയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളുണ്ട്, അവരെ ചേർത്ത് നിർത്തണമെന്ന ആഗ്രഹം. ഒരു പോയിന്റ് കൂടി വന്നിരുന്നു. ഗണഗീതം പാടുവാൻ ഇവർ വിസമ്മതിച്ചിരുന്നു ഇവരുടെ ഈ നന്ദഗോവിന്ദം ഭജൻസിന്റെ. സമ്മതിച്ചോന്നറിയില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു സംശയവുമില്ല, ഗണഗീതവും പാടണം. എന്താ പ്രശ്നം? നമസ്കരിപ്പൂ ഭാരതം അങ്ങേ എന്ന കേശവ് ബൽറാം ഹെഡ്ഗേവാർജിയെയോ ഗുരുജി ഗോൾവൽക്കറിനെയോ സ്മരിക്കുന്ന മനോഹരമായ ഗണഗീതമാണ്. എനിക്ക് ആ ഗണഗീതം, ഞാൻ RSS കാരനല്ല, പക്ഷെ എനിക്ക് ഗണഗീതം നന്നായിട്ട് അറിയാം. അങ്ങനെ പാടുമ്പോഴല്ലേ ഇൻക്ലൂസിവിറ്റി ഉണ്ടാകുന്നത്. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് എതിർപ്പ് കാണാം, പക്ഷേ RSS എന്ന സാംസ്കാരിക സംഘടനയോട് ബന്ധപ്പെട്ട ഒരു രാജ്യസ്നേഹം പാടാൻ, അല്ലെങ്കിൽ പരമ പവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന പാട്ട് നമ്മൾ പാടണം. ആ പാടുന്നത് വിവാദമാക്കുന്നതിന്റെ നേരെ മറുവശമായി നമ്മൾ മാറിപ്പോരുത്. അതിന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഒറ്റ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. പരമപവിത്രം പാടിയാൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കും. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മിററായി മാറരുത്. അതായത് കമ്മ്യൂണിസ്റ്റുകാർ പരമപവിത്രം പാടിയാലോ നമസ്കരിപ്പൂ ഭാരതം അങ്ങേ പാടിയാലോ എതിർക്കും. അത് പാടില്ല. കാര്യം സ്വാതന്ത്ര്യ സമരത്തിലടക്കം പങ്കെടുത്ത കേശവ് ബൽറാം ഹെഡ്ഗേവാർജിയും ഇവരുടെ രണ്ടുപേരുടെയും പോയിന്റ് ശരിവെക്കുകയാണല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. അപ്പോൾ ഭയക്കേണ്ടവരെ അവർ ഭയക്കുന്നുണ്ട്.
അല്ല, എനിക്ക് തോന്നുന്നില്ല അവരങ്ങനെ ചെയ്തു. അവർ എത്രയോ ഭക്തിഗാനങ്ങൾ പാടുന്നു. ഇനി എന്തെങ്കിലും പൊളിറ്റിക്കൽ അഫിലിയേഷൻ പോയിന്റ് ആദ്യം മുന്നോട്ട് വെച്ചു കേട്ടോ. അല്ല, എനിക്കറിയില്ല കേട്ടോ. ഞാൻ നന്ദഗോവിന്ദ ഭജൻസ് എന്നല്ല പറഞ്ഞത്, ക്ഷേത്രത്തിൽ പരമപവിത്രം പാടാൻ പോയ പല ക്ഷേത്രങ്ങളിലും തടസ്സപ്പെടുത്തിയെന്നാ പറഞ്ഞത്. അയ്യോ, എനിക്കറിയില്ല. അങ്ങനെ തെറ്റാണ്. നമ്മളതിനെ എതിർക്കണം. അതായത് പരമപവിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതാംബയെ പൂജിക്കുന്നതാണ്. അവിശ്വാസികൾ ക്ഷേത്രം ഭരിക്കണ്ട. ഇവിടെ അവിശ്വാസികളാണ് കേരളത്തിലെ സകല ക്ഷേത്രങ്ങളിലും ഉള്ളത്. അപ്പൊ ഇത് ഇതിന്റെ അപ്പുറം സംഭവിച്ചു. ശരി, ഷാബു ഒരു അസുലഭ നിമിഷമാണിത്. താങ്കളും രാഹുൽ ഈശ്വറും ഒരേ നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും രാഹുലിനെ അനുകൂലിക്കുകയാണല്ലോ താങ്കളില്ലേ ഇവിടെ? അല്ല, എനിക്ക് എന്റെ ഉള്ളൊരു ഇതിന്റെ അകത്തുള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ രാഹുൽ ഈശ്വറോട് ഇരിപ്പുണ്ട്, എനിക്കറിയാം. ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർക്ക് ഈ ആയുധം കൊടുത്തതിന്റെ ഒരു വിയോജിപ്പാണ് എനിക്കുള്ളത്. കാര്യം രാഹുൽ ഈശ്വർ ഇതിന് കൈ കിട്ടിയ ഒരു ആഹ്ലാദത്തോടു കൂടിയാണ് അദ്ദേഹം എടുത്തിട്ട് ഈ അലക്കുന്നത്. ഈ മനുഷ്യന്റെ നിലപാട് എന്താണെന്നും ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയുള്ളവർക്ക് ആയുധം കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ബഹുമാനപ്പെട്ട അനിൽ വിളയില്ലേ, അദ്ദേഹം ഞാൻ ചോദിക്കുന്നത്, അനിൽജി, നിങ്ങൾ എന്തിനാണ് ഇനി വിഷമിക്കുന്നത്? അതായത് നമ്മുടെ ഇവരെ മതേതരത്വം എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക് ആണ്, ഇവിടെ കേരളത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ അല്ലേ? ഇത് ഈ കാലം മുഴുവനും ഈ മാധ്യമങ്ങളുടെയോ ഈ മറ്റുള്ള ഈ അവസ്ഥ വരെ എത്തിയത് അവരങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അവരെ കുറ്റം പറഞ്ഞോ അവരെ അപഹസിച്ചോ സമയം കളയേണ്ടതില്ല. ഇവിടെ ഹിന്ദുക്കൾക്ക് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ അകത്ത് ഇങ്ങനെയുള്ള ചീള് കേസിലൊന്നും പോയി തലവെച്ച് നോക്കൂ. ഇപ്പൊ കണ്ടില്ലേ, ഇനിയിപ്പോ സർവ്വ ചാനലുകളിലും ഇന്ന് ചർച്ച ചെയ്താണ്, സർവ്വ മാധ്യമങ്ങളിലുമുള്ള ചർച്ച ചെയ്താണ്. ഇത് എവിടേക്കാണ്? അതായത് വളരെ എളുപ്പത്തിൽ കാര്യങ്ങളെ റീറൂട്ട് ചെയ്ത് അതിനെ പുതിയൊരു നറേറ്റീവ് സൃഷ്ടിക്കാനുള്ള അവസരമാണ് ഇവിടെ ഈ പ്രതിയോഗികൾക്ക് തളികയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. എനിക്ക് അതിനോടാണ് വിഷമമുള്ളത്. എനിക്ക് അതിനോട് മാത്രമാണ് ബുദ്ധിമുട്ടുള്ളത്. അല്ലാതെ ഈ നാട്ടിൽ നടക്കുന്ന മതേതരത്വം നന്ദകുന്തിരിക്കം എന്നൊക്കെ പറഞ്ഞാണ് അപഹസിക്കുന്നത്. അതായത് ഇതുവരെ അവരെ കൊണ്ടു നടന്നിരിക്കുന്ന ആളുകൾ തന്നെയാണ് അവരെ ഈ രീതിയിൽ അപഹസിക്കുന്നത്. പിന്നെ അറിഞ്ഞ 10-25 വർഷമായി അവർ ഈ നാട്ടിലുണ്ട്. ഈ നന്ദഗോവിന്ദം ഭജൻസ് 2000 തുടങ്ങിയ പരിപാടിയാണ്. 25 വർഷം, 1/4 നൂറ്റാണ്ട്, ചെറിയ കാലമൊന്നും അല്ല അത്. അവരെ വളരെ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെയാണ് വളർന്നത്. ഇപ്പൊ പിന്നെ ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ വേലൂർ മഠം വരെയൊന്നും പോകണ്ട. ഞാൻ കഴിഞ്ഞ എന്റെ ആദ്യത്തെ ഇറങ്ങുന്നത് ഞാൻ പറഞ്ഞു, ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ക്രിസ്തുമസ് ആഘോഷം അമൃതാനന്ദമയി അമ്മയുടെ ആശ്രമത്തിലാണ്. എന്നതിന്റെ നിർവചനം വെച്ച് നമ്മൾ അതിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു അന്യമത ഈ പറഞ്ഞ പോലെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങള് അനാവശ്യമായ പ്രതിരോധത്തിലേക്കും നിശബ്ദതയിലേക്കും നാണക്കേടിലേക്കും പോകുന്നു എന്നുള്ളതാണ് എന്റെ പരാതി. അതാണ് എന്റെ വിഷമം. ശരി, അനിൽ അത് ഒരു ആത്മവിമർശനമായിട്ട് എടുത്തുകൂടെ ഈ കാര്യങ്ങൾ? ഷാബു നിങ്ങളെ പിന്തുണച്ചുകൊണ്ടിരുന്ന ആളാണ്, അദ്ദേഹമാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ഷാബു അദ്ദേഹം വളരെ ആധികാരികമായ കാര്യങ്ങൾ പറയുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ മറ്റൊരു രൂപത്തിലും ഭാവത്തിലും പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അല്ലല്ല, രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് സംസാരിച്ചത്. അല്ലല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവരുടെ പരിപാടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇവർക്ക് കിട്ടിയിരിക്കുന്ന സ്വീകാര്യതയ്ക്ക് വളരെ ചെറിയ കാര്യങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. അത് പോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഞങ്ങൾ ആരും വ്യക്തിപരമായി ഇവരെ തളർത്താനോ ഇവരെ മോശമാക്കാനോ ഉള്ള പ്രവണതയല്ല കാണിച്ചത്. ഇവര് കാണിച്ചത് ഒരു ഔചിത്യക്കുറവുണ്ട് എന്ന് സൂചിപ്പിച്ചതാണ്. അത് വളരെ കൃത്യമാണല്ലോ. കേരളത്തിലെ പൊതുസമൂഹത്തിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇത് ഔചിത്യക്കേട് തന്നെയാണ് എന്ന്. ഒരു കാര്യം കൂടെ,
ശ്രീ രാഹുൽ ഈശ്വർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം വേദിക്കനുസരിച്ചുകൊണ്ട് എല്ലാം നെഗറ്റീവായി പറഞ്ഞാൽ കൂടുതൽ കയ്യടി കിട്ടുമെന്നുള്ള ഒരു ജിഹാദി അജണ്ട അദ്ദേഹം നടപ്പാക്കിയാണ്. അതത്ര ശരിയായ കാര്യമൊന്നുമല്ല. അദ്ദേഹം എവിടെ പ്രസംഗിച്ചാലും ഈ അയ്യപ്പന്റെ മതസൗഹാർദ്ദം, കറുത്തച്ഛനെ, വെളുത്തച്ഛനെ, രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർക്ക് നിങ്ങളൊരു വടി കൊണ്ട് കൊടുക്കുകയായിരുന്നു. അതാണ് ഷാബ് കൃത്യമായിട്ട് പറഞ്ഞത്. രാഹുലിനെ പോലെയുള്ളവർക്ക് വടി നിങ്ങൾ തന്നെ കൊടുക്കുകയാണ് ഈ വിഷയത്തിൽ. ഹിന്ദുക്കളെ ആക്രമിക്കാൻ നടത്തുന്നതാണോ? അദ്ദേഹത്തിന് ചില ജിഹാദി വേദികൾ കിട്ടുമായിരിക്കും, അതിനപ്പുറമൊന്നുമില്ല. അദ്ദേഹം മണ്ടത്തരം പറയുന്നു. ആ മണ്ടത്തരം അദ്ദേഹം പറയുന്നു എന്ന് പറഞ്ഞത് ആരാ? ഞാനല്ല പറഞ്ഞത്. അദ്ദേഹം വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്ത കേരളത്തിലെ പ്രമുഖനായ വക്കീലാ പറഞ്ഞത്. എന്റെ കക്ഷി ചില മണ്ടത്തരം കാണിക്കുന്നുണ്ട്, ഞാനൊരു വക്കീല, ഞാൻ എന്റെ കക്ഷിയെ പറ്റി പറയത്തില്ല. ഒരു കക്ഷിയെ പറ്റി അപ്രകാരം ഒരു പ്രഗത്ഭനായ വക്കീൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ജിഹാദി എന്ന് ശ്രീ ആരിഫ് ഹുസൈൻ വിളിച്ചതിനോടൊപ്പം തന്നെ ഇദ്ദേഹം മണ്ടത്തരത്തോടെ ഇങ്ങനെ പറയുന്നത് തെറ്റാണ്. ഇവിടെ അദ്ദേഹം എന്ത് മണ്ടത്തരമാണ് പറഞ്ഞത്? ശ്രീ അനിൽ വിളയിൽ അഖില അശോകന്റെ അച്ഛനെ ഉൾപ്പെടെ ആൾക്കാർ ഇദ്ദേഹത്തിനെ പറ്റി പറയുന്ന യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇദ്ദേഹം എന്തോ എല്ലാത്തിനും ഇവിടെ നിങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ആളുകൾ പോലും, ഷാബുവിന് പോലും നിങ്ങളുടെ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ രാഹുലിനെ നിങ്ങൾ ഇവിടെ ഒറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. കാരണം ഷാബുവിന്റെ നിലപാടും രാഹുലിന്റെ നിലപാടും ഒന്നാണ്. ഇവിടെ രാഹുൽ ഈശ്വർ ജിഹാദി നിലപാടുകളുടെ തമ്പുരാനായി മാറി. വ്യക്തിപരമായിട്ട് ഇനി മാത്രമേ അധിക്ഷേപങ്ങൾ വേണ്ട. രാജകുമാരൻ കൂടിയായി അദ്ദേഹം മാറി എന്നുള്ളതാണ് ഈ കാലഘട്ടം തെളിയിക്കുന്നത്. ഞങ്ങൾ നന്ദഗോവിന്ദ ഭജൻസിനെതിരെ അല്ല. എന്റെ ഫേസ്ബുക്ക് പേജ് നോക്കൂ. അവരെ ഉപദേശിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അവരെ വിമർശിച്ചതല്ല. അവർ സ്വയം തെറ്റുകൾ തിരിച്ചറിയണം. അവരൊരു മാപ്പ്. ശരി വിനു, പക്ഷെ നിങ്ങൾ അവരുടെ ആരാധകനായിരുന്നു, പക്ഷെ ഇപ്പോൾ അല്ല എന്നുള്ളതാണല്ലോ. ഇപ്പോൾ അല്ല എന്നല്ല പറഞ്ഞത്. സങ്കടമുണ്ടായി. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ഷാബു എം പ്രസാദ് അദ്ദേഹത്തോട് ഞാൻ ഒരു ചെറിയതാണ്. അദ്ദേഹം ശ്രീ അനിൽ വിളയലിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ദുഃഖിക്കുന്നതെന്ന്. നോക്കൂ, ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ദുഃഖിച്ചു. അയ്യപ്പൻ 2 കല്യാണം കഴിച്ചു, പൂർണ്ണയും പുഷ്കലയാണെന്നുള്ള ഞങ്ങൾക്കറിയാം. അത് വിവാഹിതരാണെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ സഹിച്ചു. അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാം സഹിക്കാൻ പറ്റുമോ? ഞങ്ങൾക്കൊരു വിശ്വാസമില്ലേ? ഞങ്ങൾ ജനിച്ച കാലം മുതൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു മതമില്ലേ, അല്ലെങ്കിൽ ഒരു ആരാധനാലയമില്ലേ? അതിനെ മാറ്റി പറയാൻ പെട്ടെന്ന് പറയുമ്പോൾ സങ്കടം ഉണ്ടാവില്ലേ? ഞാനൊക്കെ 2 നേരം വിളക്ക് കൊളുത്തുന്നതാണ്. ഒപ്പം മറ്റു മതങ്ങളുടെ ആചാരങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാനൊരു കലാകാരനാണ്. എല്ലാ മതസ്ഥരുമായിട്ട് ഒരുമിച്ച് സഹകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇത് ഹിന്ദുക്കളുടെ ഇതിലേക്ക് മാത്രം വരുമ്പോൾ വിഷമം വരും. അത് കൂടി വരുന്നു. ഏത് ഉത്സവമാണ് കഴിഞ്ഞ 10 കൊല്ലത്തിനകത്ത് അടി നടക്കാത്ത ഒരു ക്ഷേത്രോത്സവം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരെണ്ണം കാണിച്ചു. നന്ദഗോവിന്ദം എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ട്രൂപ്പാണ്. അവരുടെ ഈ ഒരു ക്രൈസ്തവ ഗാനാലാപനവുമായിട്ട് ഇതിനെല്ലാം കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഒരു എതിർപ്പ് പോലും വന്നിരുന്നില്ല ആ പാട്ട് പാടുമ്പോൾ. വീണ്ടും നിങ്ങൾ സ്ഥലത്ത് നോക്കൂ, ഓരോ സ്ഥലത്തിനും ഒരു സന്ദർഭവും വേണം, അല്ല മാന്യതയും വേണം. സ്ഥലം അനുസരിച്ച് ആചാരത്തെ എങ്ങനെ ലംഘിച്ചു എന്നുള്ളതാണ് ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്കുമില്ല. എന്റെ മഞ്ജുഷ, ഞാൻ എന്റെ വീട്ടിൽ പെരുമാറുമ്പോൾ മഞ്ജുഷിന്റെ വീട്ടിൽ വന്ന് പെരുമാറുമോ? ഇതൊരു ക്ഷേത്രാങ്കണമാണ്. ഇതൊരു ശരി, ക്ഷേത്രം അതിൽക്കട്ടെ എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ ഭാഗം, ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അവിടെ ക്ഷേത്ര കമ്മിറ്റിക്ക് പ്രശ്നമില്ല, അവിടെ കൂടി നിന്നവർക്ക് പ്രശ്നമില്ല. അവിടെയും ഹിന്ദുക്കൾ ഉണ്ടായിരുന്നുവല്ലോ, ഹിന്ദുക്കളായിരുന്നുവല്ലോ അവിടെ മഹാഭൂരിപക്ഷം. ക്ഷേത്ര കമ്മിറ്റിക്ക് പ്രശ്നമില്ല. ഇത് തന്നെയാണ് നമ്മൾ ഇത്തിരി മുമ്പ് നെയ്യാറ്റിങ്കര ബിഷപ്പിന്റെ കാര്യം പറഞ്ഞത്. ക്ഷേത്രങ്ങളിൽ ഇനി നിയമം വരണം. ആരാണോ ക്ഷേത്രത്തിൽ ഭാരവാഹിയായിട്ട് വരുന്നത് ഒരു ബൈലോ ഉണ്ടാക്കണം. ക്ഷേത്രത്തിന് വിപരീതമായി ഒന്നും ചെയ്യുകയില്ല, ദോഷമായിട്ട് ഭക്തർക്ക് ഇതായിട്ട് ഒന്നും ചെയ്യില്ല എന്നൊരു എഗ്രിമെന്റ് ഇനി അവരും ഉണ്ടാക്കട്ടെ, ബൈലോ ഉണ്ടാക്കട്ടെ. ഇത് ചുമ്മാ അവിശ്വാസികൾ കയറി ഇരുന്നിട്ട് ഏതൊക്കെ രീതിയിൽ ഇതിനെ നശിപ്പിക്കാമോ അതാണ് ഇവിടെ നടക്കുന്നതെന്നുള്ള പകൽ പോലെ സത്യമല്ലേ? പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നന്ദഗോവിന്ദ ഭജൻസിനോട് എല്ലാത്തിനും അവരെ ഇപ്പോൾ നമ്മളാരും മാറ്റി നിർത്താനുള്ള ഇനിയും പ്രോഗ്രാംസ് കിട്ടും, അതിലൊന്നും യാതൊരു സംശയമുണ്ട്. കാരണം അത്രയ്ക്ക് അവർ പോസിറ്റീവ് ആണ് നമുക്ക് തരുന്നത്. പക്ഷേ അവരിത് തിരുത്തിയിട്ട് ഞാൻ പറയുന്നത്, അവരിപ്പോൾ പറഞ്ഞല്ലോ കാറ് പാർക്ക് ചെയ്യാൻ സൗകര്യം കൊടുത്ത പള്ളി, ആ പള്ളിയിൽ ഇമീഡിയറ്റ് ക്രിസ്മസ് വരാൻ പോകുന്നു, ഒരു വലിയ പരിപാടി നിങ്ങളുടെ വച്ചിട്ട് നിങ്ങൾ ഹിന്ദു ഗാനങ്ങളും പാടണം, ക്രിസ്ത്യൻ ഗാനവും പാടണം. അവിടെ നിങ്ങളുടെ ഇതെല്ലാം മാറിക്കിട്ടും. അത് ഞങ്ങളൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. എനിക്കിതേ പറയുള്ളൂ. അവർ മിടുക്കന്മാരാണ്. ശരി, ഷാബു എന്താണ് പറയാൻ വന്നത്? എന്തോ ഒരു താങ്കൾ ഇടയ്ക്ക് കയറിയിരുന്നല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ വികാരം പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഗണപതി മിത്താണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങളെ ഇവരിങ്ങനെ തുടർച്ചയായി അപമാനിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്റെ പൊന്നു സുഹൃത്തെ, അത് അവരുടെ സ്വഭാവമാണ്. അവനത് കാണിക്കും, അവർക്ക് കാണിക്കാൻ കഴിയൂ. നമ്മൾ ഈ ഓരോ ഇതിന്റെയും പുറകെ ഇങ്ങനെ ഓരോ സമയവും ഇതുപോലുള്ള ഇഷ്യൂ എടുത്ത് തലയിൽ വെക്കുമ്പം ഇതിന്റെ അകത്തേക്ക് പോകുമ്പോൾ ചർച്ചകൾ വഴിമാറിപ്പോകുന്നു, ഫോക്കസ് മാറിപ്പോകുന്നു. ഇവിടെയുള്ള ഈ ഭൂരിപക്ഷ ജനത ഹിന്ദുവിന് ധാരാളം പ്രശ്നങ്ങൾ വേറെയുണ്ട്.
വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്, അവന്റെ ജീവിത പ്രശ്നങ്ങളുണ്ട്, മക്കളുടെ പഠിത്തം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പം 4 പേര് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഗണപതി ഇവൻ ഇയാള് ഷംസ് ഗണപതി ഇത്താണെന്ന് പറഞ്ഞു, അതുകൊണ്ടൊന്നും തകർന്നു പോകുന്നതല്ല അടിയുറച്ച് ഒരു ഹിന്ദുവിന്റെ വിശ്വാസം നടന്നത്. അവന്റെ വിവരക്കേടെന്ന് പറയാൻ വേണമെങ്കിൽ ഒന്ന് വിമർശിക്കുക, കഴിഞ്ഞു. അവിടെ കാര്യം കൃത്യമായ ഫോക്കസോടുകൂടി എങ്ങനെയാണെന്നേ ഹിന്ദു പ്രസ്ഥാനങ്ങള്, കേരളത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങള് ഈ അവസ്ഥ വരെ എത്തിയത് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണോ? ഓരോ കാലത്തും ഇപ്പരിപ്പ് ഇന്നാട്ടിൽ വേവുകില്ല മോനെ RSSകാര എന്ന് പറഞ്ഞൊരു കാലമുണ്ട് ഇവിടെ. എന്നാൽ ഈ നാട്ടിൽ ആ പരിപ്പ് വെന്തു, ആ പരിപ്പ് കൊണ്ട് നമ്മൾ പായസം ഉണ്ടാക്കി. ഇതെല്ലാം നടന്നത് ഈ സപ്പോർട്ട് കൊണ്ടാണോ? ഈ അവസ്ഥ വരെ എത്തിയപ്പം എന്തിനാണ് അവർ ഞങ്ങളെ ഇങ്ങനെ ചീത്ത പറയുന്നത്? എന്താണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? നമുക്ക് അവരെ നന്നാക്കാൻ കഴിയുമോ? കഴിയില്ലല്ലോ. അപ്പൊ അത് വിടുക. വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ട ധാരാളം പ്രവർത്തികൾ ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട അനിൽ വിളയിലിന് അത് കാണിച്ചു എന്നൊരു ഫീലുണ്ട്. എന്നാൽ എനിക്ക് അതിൻ്റെ അകത്ത് അനൗചിത്യം ഒന്നും തോന്നുന്നില്ല. അത് ഇവർ ഇന്ന് വരെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൊണ്ട് ഒരു ഭജനയുടെ സാമ്പ്രദായിക രീതിയേ അല്ല ഈ നന്ദഗോവിന്ദം ഭജൻസ് പിന്തുടർന്നിരുന്നത്. ഈ രീതിയിൽ നടത്തിയ ലക്ഷങ്ങൾ വാരിയെറിഞ്ഞുള്ള വലിയ എക്സ്ട്രാവഗൻസയാണ്. ഇങ്ങനെയാണ് ഇവർ ഈ കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും പുറത്തും എല്ലാം പരിപാടി നടത്തിയിട്ടുള്ളത്. എല്ലാം ഇത് അവിടെ ക്ഷണിച്ചവർക്ക് പ്രശ്നമില്ല, അത് കേട്ടിരുന്നവർക്ക് പ്രശ്നമില്ല, പാടിയവർക്ക് പ്രശ്നമില്ല. അത് കഴിഞ്ഞു, അതിന്റെ പാട്ടിന് പോകേണ്ട കാര്യം. അവിടെ ഒരു റീൽ അതിന്റെ അകത്തുനിന്ന് എടുത്തിട്ട് ഇതിന്റെ അകത്ത് കൊണ്ടുപോയി തല വെക്കേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം ശരിയാണ്, അവരെ ബഹുമാനപ്പെട്ട അനിൽ വിളയിലോ ഇവരെ അപമാനിച്ചിട്ടില്ല, ഹിന്ദു സംഘടനകൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ പ്രശ്നം ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ ഏറ്റെടുത്തതോടുകൂടി അതിന്റെ ഭാവം മാറുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ രീതിയിലാണെങ്കിലും അത് ഏറ്റെടുത്തതോടുകൂടി ഇല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലെ വിവരദോഷികളായ കുറെ എണ്ണം ഉണ്ട്, തീവ്ര ഹിന്ദുത്വം എന്നും പറഞ്ഞിട്ട് നടക്കുന്നത്. ശരിയാണ്. ശ്രീ അനിൽപിള്ളയിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു വിമർശനം വരുമ്പോൾ സന്തോഷിക്കുന്ന ആരാണെന്ന് താങ്കൾക്കും അറിയാമായിരിക്കുമല്ലോ. ഇങ്ങനെ വിമർശനം ഉന്നയിക്കുന്ന നന്ദഗോവിന്ദം ഭജൻസിനെതിരെ നിങ്ങൾ തിരിയുമ്പോൾ ആരാണ് കൂടുതൽ സന്തോഷിക്കുന്നതെന്ന് അറിയാമല്ലോ. കാരണം ഇവിടെ 2 അഭിപ്രായം വരുന്നുണ്ട്. ഇതിനകത്ത് ശ്രീ ഷാവു പ്രസാദ് പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എങ്കിൽ പോലും നമ്മൾ ചില സമയത്ത് ചൂണ്ടിക്കാണിക്കാന് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് തെറ്റാണ് എന്ന്, രാജാവ് നഗ്നനാണ് എന്ന് ആരെങ്കിലും വിളിച്ചു പറയണം. രാജാവ് നഗ്നനായിട്ട് ദിവസവും നടക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അതാണ് പ്രശ്നം. ഇവിടുത്തെ ഹിന്ദുവിന് ധാരാളം ജീവൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ജീവൽ പ്രശ്നങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന ഇവരുടെ മണ്ടയ്ക്കോട്ട് വീണ്ടും വീണ്ടും കുതിര കയറുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും അതിന് കൃത്യമായ മറുപടി നൽകാനും ഞങ്ങൾ തയ്യാറാകണം. അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ ധാരാളം ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്. അവരെന്ത് വിചാരിക്കും? ഈ ഒരു പ്രശ്നമുണ്ടായപ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ, ഇവിടുത്തെ ഹൈന്ദവ സംഘടനയുടെ നേതാക്കന്മാർ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ്. വിമർശിക്കേണ്ടപ്പോൾ വിമർശിക്കണം, തെറ്റാണെന്ന് പറയേണ്ടപ്പോൾ ചൂണ്ടിക്കാണിക്കണം, ഔചിത്യമില്ല എന്ന് പറഞ്ഞാൽ അത് പറയണം, ഇതൊക്കെ പറയണം. ശ്രീ രാഹുൽ ഈശ്വറിന്റെ കൂട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അയാൾ വിചാരിച്ചാലൊന്നും കേരളത്തിലെ ഹിന്ദുത്വത്തിനെ വടിയെടുത്തുകൊണ്ട് അടിക്കാനൊന്നും അയാൾക്ക് കഴിവില്ല. അയാള് 100% ബ്രാൻഡഡ് ആയിട്ടുള്ള ജിഹാദി തന്നെയാണ്. ജിഹാദി മാത്രമല്ല, വിശേഷത്തിലേക്ക് വരാതെ അത് ഷാഹുൽ ഈശ്വർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞാൽ വ്യക്തിപരമായ ആക്ഷേപത്തിലേക്ക് പോകാതെ ശ്രീ രാഹുൽ ഇവിടെ അനിൽപിള്ളയിൽ പറഞ്ഞത് ഒരു ഉപദേശം കൊടുക്കുകയായിരുന്നു നന്ദഗോവിന്ദം ഭജൻസിന്. അതല്ലാതെ അവരുടെ കഴിവിനെയോ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെയോ അവരുടെ പ്രകടനത്തെയോ കുറച്ച് കാണുന്നില്ല എന്നാണ് പറയുന്നത്. അവർ തെറ്റിദ്ധരുത്തണം എന്നുമാണ് ഈ വിമർശനം ഉന്നയിച്ച ഹൈന്ദവ സംഘടനകളുടേത് എന്ന്. അങ്ങനെ ഒരു തെറ്റിദ്ധരുത്തേണ്ട ആവശ്യം ഇപ്പോഴുണ്ടോ അവർക്ക്? അവരുടെ വിശദീകരണത്തിൽ അങ്ങനെ ഒരു തെറ്റിദ്ധരുത്തുന്നതിന്റെ കാര്യത്തെ പറ്റി പറയുന്നതേ ഇല്ല. എനിക്ക് മറുപടി പറയാൻ അവസരം തരണം. രാഹുൽ പറയൂ.
ശരി മഞ്ജുഷ്, രണ്ട് കാര്യങ്ങൾ. എനിക്കും ബഹളം വെക്കാൻ പറ്റും, പക്ഷെ തിരിച്ചു പറഞ്ഞോട്ടെ. എനിക്കും മറുപടി എനിക്കും ബഹളം വെക്കാൻ രണ്ടുപേരും കൂടി സംസാരിച്ചാൽ കേൾക്കില്ല ശ്രീ അനിൽ പിള്ളയിൽ. സൂമാണ്, അതുകൊണ്ടാണ് രണ്ടുപേരും കൂടി സംസാരിച്ചാൽ കേൾക്കില്ല. അനിൽ ഒന്ന് സംസാരിക്കാതിരിക്കൂ. രാഹുൽ പറയട്ടെ. വ്യക്തിയായിട്ട് മാറിയ ആളാണ് ശ്രീ രാഹുൽ ഈശ്വർ. മറുപടി പറഞ്ഞോട്ടെ. അല്ലാതെ അതിനപ്പുറം മറുപടി പറഞ്ഞോട്ടെ. പ്രാപ്തിയും ഒന്നും മഞ്ജുഷേ, മര്യാദക്ക് ആണെങ്കിൽ മര്യാദ, ഇല്ലെങ്കിൽ ഞാൻ തിരിച്ച് അതേപോലെ പറയും. തന്നെയാണ് പറയുന്നത്. അനിൽ കേട്ടു, അനിൽ പറയുന്നത് കേട്ടു. ഇനി രാഹുൽ പറയട്ടെ. അനിൽ രണ്ടുപേരും കൂടി പറഞ്ഞാൽ ആര് പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. അദ്ദേഹത്തിന് അതിനുള്ള അദ്ദേഹം 100%, 101% മറ്റുള്ള ചില വ്യക്തികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം കുറെ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട് വെളുത്തച്ഛന്റെ കഥ. അതുകൊണ്ട് എനിക്ക് മറുപടി പറയാൻ അവസരം തരുന്നില്ല. കുടുംബവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതൊന്നും അദ്ദേഹത്തിന് ബാധകമാണ്. ശരി അനിൽ രാഹുൽ പറയട്ടെ. അദ്ദേഹം പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു. ഞാൻ പറയുന്നത് തിരിച്ചു കേൾക്കാൻ അദ്ദേഹത്തിന് ബാധ്യസ്ഥനാണ്. ദയവായി രണ്ട് കാര്യങ്ങൾ അറിയണം. ഇംഗ്ലീഷിൽ ഹി ലിവ്സ് ഇൻ ഫൂൾസ് പാരഡൈസ് എന്ന് പറഞ്ഞാൽ അവൻ ആദർശവാദിയാണ്, അവൻ സ്വപ്ന ലോകത്ത് ജീവിക്കുന്നു എന്നാണ്. എന്റെ അഡ്വക്കേറ്റ് പറഞ്ഞത് രാഹുൽ ഈശ്വർ ലിവ്സ് ഇൻ ഫൂൾസ് പാരഡൈസ് എന്നാണ്. അതിനർത്ഥം പുള്ളി മണ്ടനാണെന്നല്ല. ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. രണ്ട്, അങ്ങയുടെ മനസ്സിൽ ഗോഡ്സെ കടന്നു കൂടിയത് കൊണ്ടാണ്. സാർ മറുപടി പറയട്ടെ സാർ. അങ്ങയുടെ മനസ്സിൽ ഗോഡ്സെയുടെ വിഷം, രാഷ്ട്രപിതാവിനായ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെയുടെ വിഷം. മഞ്ജുഷേ, മര്യാദയെങ്കിൽ മര്യാദ. ശ്രീ അനിൽ വിളയിലിന്റെ മനസ്സിൽ ഗോഡ്സെയുടെ വിഷം കടന്നുകൂടിയത് കൊണ്ടാണ് ഗാന്ധിയന എന്നെ വേറെ എന്തെങ്കിലുമായി ചിത്രീകരിക്കുന്നത്. അത് മനസ്സിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെയുടെ വിഷം അടിഞ്ഞുകൂടിയിരിക്കുന്നതുകൊണ്ടാണ്. തീവ്ര ഹിന്ദുത്വ വിഷം. ഈ ഹിന്ദുത്വ വിഷമാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ കാരണമായത്. ഈ ഗോഡ്സെയുടെ വിഷമാണ് ഇന്ത്യയുടെ ശാപം. ആ വിഷമാണ് ഈ വിഷയങ്ങളിലെല്ലാം കാണുന്നത്. ഇനിയും രണ്ട്, രാഹുൽ ഈശ്വറും അനിൽ വിലയിലും വിചാരിച്ചാലും ഇല്ലെങ്കിലും കലികാലം തീരുന്നതുവരെയും അതിനുശേഷവും അയ്യപ്പനൊപ്പം വാവര് കാണും, വെളുത്ത കാണും. അതുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റായ ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു വരുമ്പോഴും ആ വാവരുടെ നടയിൽ പോയി ചെന്ന് പ്രണമിച്ചിട്ട് വരുന്നത്. അതാണ് ഈ നാടിന്റെ സംസ്കാരം. ആ സംസ്കാരത്തെ തകർക്കാനും നിങ്ങൾക്ക് കഴിയില്ല. രണ്ട്, ഹിന്ദുത്വം തീവ്ര ഹിന്ദുത്വവാദം ഒരു ശാപമാണ്. നമുക്ക് ഹിന്ദു മതി. വിവേകാനന്ദൻ ഹിന്ദുത്വവാദി ആയിരുന്നില്ല, ഗാന്ധിജി ഹിന്ദുത്വവാദി ആയിരുന്നില്ല. ഗാന്ധിജിയെ കൊന്നതൊരു ഹിന്ദുത്വവാദിയായിരുന്നു, അതാണ് ഗോഡ്സെ. അപ്പോൾ ആ ഹിന്ദുത്വവാദം ഈ രാജ്യത്തിന് അപകടം ചെയ്യും. എനിക്ക് അഭിമാനമുണ്ട് ആ ഗാന്ധിയൻ പാത മുമ്പോട്ട് നിർത്തുന്നതിന്. പിന്നെ അങ്ങ് ഒരു കാര്യം ഓർത്താൽ മതി. താങ്കൾ അടക്കമുള്ളവർ രാഹുൽ ഈശ്വർ ജയിലിൽ പോയതിനു ശേഷമാണ് ശബരിമല പ്രക്ഷോഭത്തിന് വന്നത്. താങ്കൾ അടക്കമുള്ള ആൾക്കാർ, സംഘത്തിന്റെ ആൾക്കാർ ഇവിടെ ഹിന്ദു യുദ്ധത്തിന് എഴുന്നേറ്റ് പോയതിനു ശേഷമാണ് ശശികല ടീച്ചർ അടക്കമുള്ളവർ ഉണർന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഹിന്ദു വിശ്വാസികളാണ്, ഹിന്ദുത്വവാദികളല്ല. ഹിന്ദുത്വവാദികളെ ഹിന്ദു വിശ്വാസം മലീമസമാക്കാൻ സമ്മതിക്കില്ല. അതിനെ അതിശക്തമായി പ്രതിരോധിക്കും. നിങ്ങൾക്ക് എന്നെ ജിഹാദി എന്ന് വിളിക്കാം, അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാര്യം, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജിഹാദി മഹാത്മാഗാന്ധി ആയിരുന്നു. താങ്കളുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ മന്ത്രി MJ അക്ബർ എഴുതുന്നത്, അതായത് പഹൽഗാമിന് ശേഷം ലോകത്ത് മുഴുവൻ ഇന്ത്യയുടെ നിലപാട് പറയാൻ വിട്ട ശ്രീ അക്ബർ എഴുതുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജിഹാദി മഹാത്മാഗാന്ധി ആയിരുന്നു എന്നാണ്. എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. ആ മഹാത്മാഗാന്ധിയുടെ പാതയിൽ ഞാൻ പോവുകയാണ്. അത് ഗോഡ്സേവാദികളെ പ്രകോപിപ്പിക്കും. രാഹുൽ ഈശ്വർ, നിങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോയി. അതുകൊണ്ട് അതിനുള്ള മറുപടി അനിൽ പിള്ളയിൽ ജിഹാദി ആകുന്നതിൽ അഭിമാനം എന്നാണ് രാഹുൽ പറഞ്ഞത്. അതിനുള്ള മറുപടി കൂടി പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഗാന്ധിജിയുടെ പാതയിൽ ജിഹാദി എന്നല്ലേ പറഞ്ഞു, അതങ്ങ് വിട്ടോ. എന്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഈ രാജ്യത്തെ 150 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ദ്രോഹപരമായിട്ടുള്ള ഒരു ആശയമാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ അനിൽ വിളയിലിന്റെ പ്രധാനമന്ത്രി എന്ന്. അവിടെയാണ് അദ്ദേഹം ജിഹാദിയാണ് എന്ന് പറയുന്നത്. ആ ശബ്ദം ഉയർന്നത് മറ്റു ചില സ്ഥലങ്ങളിൽ നിന്നാണ്. നിങ്ങളുടെ പ്രധാനമന്ത്രി എന്നുള്ള വാക്ക് വരുന്ന ചില കോണുകളിൽ നിന്നുണ്ട്. ആ കോണുകളിലേക്ക് പോയത് കൊണ്ടാണ് നിങ്ങളുടെ പാർട്ടിക്കാരനായ പ്രധാനമന്ത്രി പറഞ്ഞു. അങ്ങനെ പറയില്ല. പ്രധാനമന്ത്രിയാണ്, മുസ്ലിം ലീഗിലാണ്ട് ആളാണ്. സ്വയം സേവകൻ എന്ന് പറയുന്നതിൽ മോദിജിക്ക് അഭിമാനമേ ഉള്ളൂ. സ്വയം സേവകൻ എന്ന് പറയുന്നതിന് മോദിജിക്ക്, അതിന് ഒരു വരി കൂടെ പറഞ്ഞോട്ടെ. താങ്കളുടെ, അതായത് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി മിനിസ്റ്ററാക്കി MJ അക്ബർ പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജിഹാദി മഹാത്മാഗാന്ധി ആയിരുന്നു. ഓർക്കുക സാർ, ഈ ഒരു വരി മാത്രം കേൾക്കാമോ സാർ? ഈ ഒരു വരി മോദിജിയുടെ മന്ത്രിയായ അക്ബറാണ് പറയുന്നത് കഴിഞ്ഞ മഹാത്മാഗാന്ധി ആയിരുന്നു. വിനു കിരിയത്ത് ഇപ്പോൾ ഒരു വിശദീകരണം നൽകി കഴിഞ്ഞു. നന്ദഗോവിന്ദം ഭജൻസ് അവരുടേതായ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ആ വിശദീകരണത്തിൽ അത് വിശദീകരണം വന്നതിന് ശേഷം വിമർശിക്കുന്നവർ പറയുന്നത്, അധിക്ഷേപിക്കുന്നവർ പറയുന്നത് ആ വിമർശനത്തിൽ ഒട്ടും സത്യസന്ധത ഇല്ല എന്നാണ്. അവിടെ ഒരു ഖേദപ്രകടനമില്ല, ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ള ഒരു ടോണാണെന്ന്. അങ്ങനെ തോന്നുന്നുണ്ടോ താങ്കൾക്ക്?
ശ്രീ അനിൽ വിളയിലും ഞാനും ഒക്കെ വിമർശിക്കുകയാണ് ചെയ്തത്. ഞാൻ എന്താ പറഞ്ഞു നിർത്തിയത്, നന്ദഗോവിന്ദം ഭജൻസിന് ഇനിയും പ്രോഗ്രാം കിട്ടണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ വിമർശിക്കുകയാണ് ചെയ്തത്, അവരുടെ ശത്രുവല്ല ഞങ്ങൾ. തെറ്റുകൾ ചൂണ്ടിക്കെടുക്കണം, തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളൊക്കെ പ്രതികരിക്കുന്നത്. ഉടനെ നമ്മളെ സംഖ്യയാക്കി പിന്നെ രാഹുൽ ഈശ്വറിൻ്റെ അടുത്ത് സ്നേഹത്തോടെ പറയുന്നത് എന്ത് വിഷയം വന്നാലും അവിടെ ഒരു ഗോഡ്സേ വരും. എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നന്ദഗോവിന്ദ ഭജൻസും ഗോഡ്സേ അവിടെ പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ മനഃപൂർവ്വം അത് ക്രിയേറ്റ് ചെയ്യുന്നത് അത് പാടില്ല. രാഹുലെ, ഇവിടെ നമുക്ക് ഭജൻസും അത് ശരിയാണോ ഇല്ലയോ എന്ന് മാത്രം സംസാരിച്ചാൽ പോരെ. ഒരു അനിയനെ പോലെ ഞാൻ ചോദിക്കുകയാണ്, കേട്ടില്ല? അല്ല, എന്തിനാ അത് ആ ടോപ്പിക്? നമ്മുടെ ടോപ്പിക് എന്താണ്? നന്ദഗോവിന്ദ ഭജൻസ് ക്രിസ്തീയ ഗാനം പാടിയത് ശരിയാണോ ഇല്ലയോ? അവിടെ നമ്മൾ ബാക്കി വർഗീയതയൊക്കെ എടുത്ത് മാറ്റി വയ്ക്കൂ. ഹിന്ദുക്കൾക്ക് ഒന്നും പറഞ്ഞില്ല, ക്ഷേത്രാങ്കണത്തിലായതുകൊണ്ട് അത് വേണ്ടായിരുന്നു. നമ്മൾ ഉപദേശങ്ങൾ പറയണ്ടേ, നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറഞ്ഞൂടെ? രാഹുലിന്റെ ജിഹാദി എന്ന് വിളിച്ചത് എന്തിനാണെന്നാണ്? അത് അനിൽ വിളയിലാണ് വിളിച്ചത്. അല്ലല്ല, അത് അനിൽ വിളയിലിന്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യം. ഞാൻ പറയുന്നത് എന്തിന് ഗോഡ്സേ എടുത്തിട്ട് അപ്പൊ ഒരാൾ ചെയ്യുമ്പോൾ മറ്റാൾ ചെയ്യണമെന്നില്ലല്ലോ രാഹുലെ. നമുക്ക് ഇത് മാക്സിമം ചർച്ചകൾ സമാധാനപരമായിട്ട് പോവുക. ഈ തമ്മിലടിച്ച് നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയക്കാർ കളിക്കുന്ന കളിയാണ് മതങ്ങളെ തമ്മിൽ അടിപ്പിക്കുക. ഇപ്പം ഏകദേശം നേരത്തെ ഇനി ഞാനും തിരിച്ചൊരു രാഷ്ട്രീയം പറയാം, BJPയിലേക്ക് ഒരുപാട് മുസ്ലിംസും ക്രിസ്ത്യാനികളും അടുക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ തമ്മിലടിപ്പിക്കാനുള്ള ഒരു കളിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കോമൺ സെൻസ് ഉള്ളവർക്കറിയാം അതിലൊന്നും വിജയിക്കാനും ഉള്ള അവസാനം വിജയം എന്ന് പറയുന്നത് മനുഷ്യർക്ക് തന്നെയാണ്. അതായത് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് വിശ്വസിക്കുന്ന പാർട്ടിക്ക് തന്നെ ആയിരിക്കും. പക്ഷേ എന്നാലും ക്രൈസ്തവ ഗാനം പാടാൻ അനുവദിക്കില്ല. അമ്പലത്തിനകത്ത് പാടുന്നത് അവർ ഓഡിറ്റോറിയത്തിൽ പാടട്ടെ, അല്ലെങ്കിൽ തിരിച്ചും പാടട്ടെ. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, ക്രിസ്മസിന് നന്ദഗോവിന്ദ ഭജൻസ് പാടട്ടെ. ക്രിസ്മസിന് പള്ളിയിൽ വന്നിട്ട് ഈ പറയുന്ന പളനിമല ആണ്ടവ എല്ലാ പാട്ടും പാടട്ടെ. എങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. ഞങ്ങൾ അതേ പറയുന്നുള്ളൂ. ഒരു സൈഡ് മാത്രം ശ്രീ അനിൽ വിളയിൽ പറഞ്ഞ പോലെ എല്ലാം ഇങ്ങോട്ട് ഷാബു ഇതിൽ സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ തമ്മിലടിക്കുന്നതിൽ. ഷാബു, തീർച്ചയായിട്ടും അത് എന്തിനാണ് രാഹുൽ ഈശ്വർ ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ഇങ്ങനെ രാഹുൽ ഈശ്വർ ഇങ്ങനെ ചെയ്യൂ? നമുക്കറിയാം രാഹുൽ ഈശ്വറിനെ എത്ര കാലമായിട്ട് നമ്മൾ കാണുന്നതാണ്. അയാളെ ഇനി നന്നാക്കാൻ ബഹുമാനത്തിൽ ഈ മനുഷ്യനെ നന്നാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ല, ഇവിടെ നന്ദഗോവിന്ദ ഭജൻസിനെ നന്നാക്കാനാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. നന്ദഗോവിന്ദ ഭജൻസിനെ നന്നാക്കണമെന്നാണ്. ഞാൻ നിങ്ങളെ നന്നാക്കുക. ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള രാഹുൽ ഈശ്വറൊക്കെ ഗോൺ കേസാണ്. അത് വിടുക, അയാൾ എന്ത് വേണം പറയട്ടെ. പിന്നെ നേരെ വന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അത് വിട്ടേക്കുക. അല്ല, ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? ശ്രീ ഷാബു പ്രസാദ്, അദ്ദേഹവും പറഞ്ഞത് നന്ദഗോവിന്ദം ഭജൻസിനെ ഈ രീതിയിൽ അധിക്ഷേപിക്കേണ്ട, വിമർശിക്കേണ്ട കാര്യമില്ലെന്നാണ്. താങ്കളുടെ നിലപാട് അതാണ്. എന്റെ നിലപാട് അത് തന്നെയാണ്. പക്ഷെ ഞാനതല്ല പറഞ്ഞേ, രാഹുൽ ഈശ്വറിന്റെ ഒരു നിലപാടിലും ആത്മാർത്ഥതയോ സത്യസന്ധതയോ ഇല്ല. ഞാനാണ് ശബരിമല കേസിന് അറസ്റ്റിന് പോയത്. ഷാബുജിക്ക് ഇപ്പോഴും യുവതികളെ കേട്ടണമെന്നാണ്. ഈ ഷാബുജിക്ക് ഇന്ന് യുവതികളെ കേട്ടണമെന്നാണ്. ഷാബുജിക്ക് ഇന്ന് യുവതികളെ കേട്ടണമെന്നാണ്. ഇതൊരു വിഷയം കിട്ടിയ പിണറായി വിജയന് ഒരു നിലപാടില്ല. ഷാബുജിക്ക് ഇന്നും ശബരിമല യുവതികളെ കേട്ടണമെന്നാണ്. ഈ മനുഷ്യന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ കിട്ടിപ്പോയി. ഇങ്ങനെയുള്ള അതുകൊണ്ട് അവസരമാണ് നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. രാഹുൽ ഈശ്വർ 100% സത്യസന്ധത എന്ന് പറയുന്നത് മനുഷ്യനാണ്. എനിക്ക് മാത്രമേ സത്യസന്ധതയുള്ളൂ സാർ, നിങ്ങളാണ് കള്ളന്മാർ. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇതിന്റെ ചോദ്യം ഇതായിരുന്നു: നന്ദഗോവിന്ദം ഭജൻസിനെതിരായ വിമർശനത്തോട് യോജിപ്പുണ്ടോ? യോജിപ്പുള്ളവർ 31%, യോജിപ്പില്ലാത്തവർ 65%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.